മരച്ചില്ലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ മരണത്തെ മുഖാമുഖം കാണുന്നതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. താഴെ ഉണങ്ങിയ പുല്ലുകൾക്കിടയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ, കൂറ്റൻ പല്ലുകളുള്ള ഹിംസ്രജന്തുക്കൾ. ഒരൊറ്റ പിഴവ്, ഒരൊറ്റ കാൽവഴുതൽ, എല്ലാം അവസാനിക്കും. പക്ഷെ മരത്തിലിനി പഴങ്ങൾ ബാക്കിയില്ല. വിശപ്പ്, ആ കൊടും വിശപ്പാണ് ഭയത്തേക്കാൾ വലുതെന്ന് ആ നിമിഷം അവർ തിരിച്ചറിയുന്നു. ഹലോ സുഹൃത്തുക്കളെ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ആഫ്രിക്കയുടെ ഇടതൂർന്ന കാടുകളിലാണ് നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത്. ഇന്നത്തെ തിരക്കേറിയ നഗരങ്ങളിൽ നിന്നും സ്മാർട്ട് ഫോണുകളിൽ നിന്നും വളരെ അകലെ പ്രകൃതി അതിൻ്റെ ഏറ്റവും വന്യമായ രൂപത്തിൽ നിലനിന്നിരുന്ന ഒരു കാലം. നമ്മളിന്ന് കാണുന്ന മനുഷ്യരായി മാറുന്നതിനു മുൻപ് പ്രകൃതിയോട് പൊരുതി ജയിച്ച, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ജീവികളുടെ അതിജീവനത്തിൻ്റെ കഥയാണിത്. ഈ കഥ വെറുമൊരു ചരിത്രമല്ല, മറിച്ച് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലുള്ള DNA-യുടെ കഥയാണ്. എങ്ങനെയാണ് ഒരു സാധാരണ കുരങ്ങ് വർഗത്തിൽ നിന്ന് ചന്ദ്രനിൽ വരെ കാലുകുത്തിയ മനുഷ്യനിലേക്കുള്ള ആ യാത്ര സംഭവിച്ചത്? ആ യാത്രയിൽ നമ്മൾ നേരിട്ട അഗ്നിപരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ പൂർവികർ ആദ്യമായി 2 കാലിൽ നിവർന്നു നിന്ന ആ നിമിഷം മുതൽ ഭാഷയും സംസ്കാരവും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തതുവരെയുള്ള ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾ ഈ യാത്രയിലൂടെ നമ്മൾ കാണാൻ പോകുകയാണ്. വലിയൊരു ക്ലൈമാക്സിലേക്കുള്ള ട്വിസ്റ്റുകളും ത്രില്ലുകളും നിറഞ്ഞ ഒരു സിനിമാറ്റിക് യാത്രയായിരിക്കും ഇത്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, നിശബ്ദമായ ഈ രാത്രിയാത്ര നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ലൈക്കിലൂടെയോ ഹൈപ്പിലൂടെയോ അറിയിക്കാൻ മറക്കരുതേ. ഒപ്പം കഥകളുടെ ഈ മാന്ത്രിക ലോകത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ സ്ലംബർ സാഗ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാവിൻ്റെ ഏത് യാമത്തിലാണ്, ഏത് ദേശത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്ന് താഴെ കുറിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണെന്നറിയാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഇനി മുറിയിലെ വെളിച്ചം കുറച്ച് ഫാനിൻ്റെ ആ നേർത്ത താരാട്ട് ശബ്ദത്തിലേക്ക് ചാഞ്ഞുറങ്ങാൻ തയ്യാറെടുക്കൂ. നമുക്കൊരുമിച്ച് കഥകളുടെ ആഴങ്ങളിലേക്ക് പതിയെ ഒഴുകി നീങ്ങാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഏകദേശം 60 അല്ലെങ്കിൽ 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ, ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളുള്ള ഇടതൂർന്ന മഴക്കാടുകൾ. സൂര്യപ്രകാശം പോലും മണ്ണിലേക്ക് വീഴാൻ മടിക്കുന്നത്രയും തിങ്ങിയ വനങ്ങൾ. ആ വനങ്ങളിലെ സുരക്ഷിതമായ മരച്ചില്ലകളിലായിരുന്നു നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത്. അവർക്ക് താഴേക്കിറങ്ങേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. മരങ്ങളിൽ നിറയെ പഴങ്ങൾ, സുരക്ഷിതമായ ഒളിയിടങ്ങൾ, ഒരു കൂട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിപ്പോകാൻ സൗകര്യപ്രദമായ ചില്ലകൾ. അതൊരു സ്വർഗമായിരുന്നു. മരത്തിന് താഴെയുള്ള ലോകം അവർക്ക് അപരിചിതവും ഭയാനകവുമായിരുന്നു. പക്ഷേ പ്രകൃതിക്കെപ്പോഴും മാറ്റങ്ങൾ ഇഷ്ടമാണ്. ആ മാറ്റം വന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ്. ആഫ്രിക്കൻ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് ഭൂമിക്കടിയിലെ ഫലകങ്ങൾ തമ്മിലുണ്ടായ ചലനങ്ങൾ കാരണം വലിയൊരു വിള്ളൽ രൂപപ്പെടുന്നു. ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്നറിയപ്പെടുന്ന ആ ഭീമൻ വിള്ളൽ ഭൂപ്രകൃതിയെ മാത്രമല്ല, കാലാവസ്ഥയെയും മാറ്റിമറിച്ചു. അതുവരെ കിഴക്കൻ ആഫ്രിക്കയിൽ ലഭിച്ചിരുന്ന മഴയുടെ അളവ് കുറയാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആഫ്രിക്കയുടെ ആ പച്ചപ്പുള്ള മുഖം മാറാൻ തുടങ്ങി. മരങ്ങൾ തമ്മിലുള്ള അകലം കൂടി. പച്ചപ്പിൻ്റെ സാമ്രാജ്യം ചുരുങ്ങി. പകരം ഉണങ്ങിയ പുൽമേടുകൾ, അതായത് സവന്നകൾ രൂപപ്പെടാൻ തുടങ്ങി. നമ്മുടെ പൂർവികർക്ക് ഇത് വലിയൊരാഘാതമായിരുന്നു. തലമുറകളായി അവർ കണ്ടിരുന്ന, വിശ്വസിച്ചിരുന്ന ലോകം കൺമുന്നിൽ അപ്രത്യക്ഷമാകുന്നു. മരങ്ങൾ കുറഞ്ഞതോടെ ഭക്ഷണവും കുറഞ്ഞു. പണ്ട് ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനായാസം ചാടിപ്പോകാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അടുത്ത മരത്തിലേക്കെത്താൻ കിലോമീറ്ററുകൾ താണ്ടണം. അതും അപകടങ്ങൾ പതിയിരിക്കുന്ന നിലത്തുകൂടി. ചിന്തിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് വർഷങ്ങളായി സുരക്ഷിതമായ ഉയരങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജീവികൾ പെട്ടെന്നൊരു ദിവസം അവർക്ക് താഴേക്കിറങ്ങേണ്ടി വരുന്നു. അത് അവരുടെ തിരഞ്ഞെടുപ്പായിരുന്നില്ല, മറിച്ച് അതിജീവിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. താഴെ 6 അടി പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ എന്താണ് ഒളിച്ചിരിക്കുന്നതെന്നവർക്കറിയില്ല. സിംഹങ്ങളുടെയും പുലികളുടെയും പൂർവികർ കൂറ്റൻ പല്ലുകളുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർക്കാണെങ്കിൽ ഇന്നത്തെ മനുഷ്യനെപ്പോലെ ആയുധങ്ങളില്ല, ഓടാൻ വേഗതയില്ല, കൂർത്ത പല്ലുകളോ നഖങ്ങളോ ഇല്ല. അവർ തീർത്തും ദുർബലരായിരുന്നു. പക്ഷെ ആ പ്രതിസന്ധിയാണ് പരിണാമത്തിൻ്റെ ആദ്യത്തെ വിത്തുപാകിയത്.
മരത്തിൽ നിന്ന് താഴെയിറങ്ങിയ അവർ പുല്ലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ചുറ്റുപാടും കാണാൻ കഴിയാതെ വന്നു. 4 കാലിൽ നടക്കുമ്പോൾ പുല്ലുകൾ കാഴ്ച മറയ്ക്കുന്നു. ശത്രു എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ആ അത്ഭുതം സംഭവിച്ചത്. ഭയം അവരെക്കൊണ്ട് പുതിയൊരു കാര്യം ചെയ്യിച്ചു. ചുറ്റുപാടുമൊന്ന് വീക്ഷിക്കാൻ അവർ പിൻകാലുകളിലൊന്ന് എഴുന്നേറ്റ് നോക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ നമ്മളെപ്പോലെ നിവർന്നു നിൽക്കാനൊന്നും അവർക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് ദൂരെ നിന്ന് വരുന്ന അപകടങ്ങളെ നേരത്തെ കാണാൻ അവരെ സഹായിച്ചു. ഇതൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ച മാറ്റമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് സാവധാനം സംഭവിച്ച മാറ്റം. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ താഴെ ഇറങ്ങി നടക്കേണ്ടി വന്നപ്പോൾ 2 കാലിൽ നടക്കുന്നത് ഊർജം ലാഭിക്കാൻ സഹായിക്കുമെന്ന് പ്രകൃതി അവരെ പഠിപ്പിച്ചു. മാത്രമല്ല, പുരിവെയിലത്ത് നടക്കുമ്പോൾ 4 കാലിൽ നടക്കുന്നതിനേക്കാൾ കുറച്ച് വെയിൽ മാത്രമേ 2 കാലിൽ നടക്കുമ്പോൾ ശരീരത്തിൽ ഏൽക്കുന്നുള്ളൂ. ഇതും അവർക്ക് ഗുണകരമായി. ആദ്യത്തെ ചുവടുവെപ്പുകൾ വളരെ പ്രയാസകരമായിരുന്നു. അവരുടെ കാലുകൾ മരത്തിൽ കയറാൻ പാകത്തിന് വളഞ്ഞതായിരുന്നു. നടക്കുമ്പോൾ വേദനയുണ്ടാകും, വേച്ചുപോകും. എന്നാലും അവർ പിന്മാറിയില്ല. കാരണം പിന്മാറുക എന്നാൽ മരണമെന്നാണർത്ഥം. ഓരോ ചുവടും ഒരു പോരാട്ടമായിരുന്നു. മരങ്ങളുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് തുറന്ന മൈതാനങ്ങളിലെ അനിശ്ചിതത്വത്തിലേക്ക് അവർ നടന്നു നീങ്ങി. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹേലാൻത്രോപ്പസ് പോലുള്ള ആദിമ രൂപങ്ങളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ പൂർണ്ണമായും മനുഷ്യരല്ല, എന്നാൽ കുരങ്ങന്മാരുമല്ല. 2 ലോകങ്ങൾക്കിടയിൽ പെട്ടുപോയവർ. മരത്തിൽ കയറാനും അവർക്കറിയാം, അത്യാവശ്യം നിലത്തുകൂടി നടക്കാനും അവർ പഠിച്ചു തുടങ്ങിയിരുന്നു. അവരുടെ തലച്ചോറ് ഇന്നത്തെ ചിമ്പാൻസിയുടെ തലച്ചോറിനേക്കാൾ വലുതൊന്നുമായിരുന്നില്ല. പക്ഷേ ആ ചെറിയ തലച്ചോറിനുള്ളിൽ അതിജീവനത്തിനായുള്ള വലിയൊരു തീപ്പൊരിയുണ്ടായിരുന്നു. ഭക്ഷണത്തിനു വേണ്ടിയുള്ള അന്വേഷണം അവരെ കൂടുതൽ ദൂരങ്ങളിലേക്ക് നയിച്ചു. പണ്ട് പഴങ്ങൾ മാത്രം കഴിച്ചിരുന്നവർ കിഴങ്ങുകളും വേരുകളും ചിലപ്പോൾ ചത്ത മൃഗങ്ങളുടെ മാംസവും കഴിക്കാൻ തുടങ്ങി. ഭക്ഷണരീതിയിലുണ്ടായ ഈ മാറ്റം അവരുടെ ശരീരത്തിലും മാറ്റങ്ങൾ വരുത്തി. പല്ലുകളുടെ വലിപ്പം കുറഞ്ഞു, താടിയെല്ലിൻ്റെ ഘടന മാറി. പക്ഷേ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് അവരുടെ കൈകൾക്കാണ്. 4 കാലിൽ നടക്കുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങിയിരുന്നത് കൈകളായിരുന്നു. എന്നാൽ എപ്പോഴാണോ അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്, അപ്പോൾ അവരുടെ കൈകൾ സ്വതന്ത്രമായി. ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. സ്വതന്ത്രമായ കൈകൾ കൊണ്ട് അവർക്ക് ഭക്ഷണം ശേഖരിക്കാം, കുഞ്ഞുങ്ങളെ എടുത്തു നടക്കാം, വടിയോ കല്ലോ എടുത്ത് ശത്രുവിനെ എറിയാം. അന്നവരറിഞ്ഞിരുന്നില്ല, വെറുതെ തൂങ്ങിക്കിടന്നിരുന്ന ആ കൈകളാണ് നാളെ ലോകം ഭരിക്കാൻ പോകുന്നതെന്ന്. കാടുവിട്ട് പുൽമേടുകളിലേക്കിറങ്ങിയ ആ പൂർവികർ ഓരോ ദിവസവും സൂര്യനുദിക്കുമ്പോൾ കണ്ണു തുറക്കുന്നത് ഭയത്തോടെയാണ്. ചുറ്റും അപകടങ്ങൾ മാത്രം. എന്നാൽ ആ ഭയമാണ് അവരെ ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിച്ചത്. ഒറ്റയ്ക്ക് നിന്നാൽ മരിക്കും, കൂട്ടമായി നിന്നാൽ അതിജീവിക്കാമെന്ന പാഠം സവന്നയിലെ ക്രൂരമായ നിയമങ്ങൾ അവരെ പഠിപ്പിച്ചു. അവർ ചെറിയ കൂട്ടങ്ങളായി നടക്കാൻ തുടങ്ങി. ഒരാൾ ഭക്ഷണം തേടുമ്പോൾ മറ്റൊരാൾ കാവൽ നിൽക്കും. രാത്രിയിൽ മരക്കൊമ്പുകളിൽ ഒത്തുകൂടി പരസ്പരം ചൂട് പകർന്ന് അവർ ഉറങ്ങി. ഈ കാലഘട്ടത്തെ നമുക്ക് ധൈര്യത്തിൻ്റെ കാലമെന്ന് വിളിക്കാം. കാരണം അത്രയും വലിയ അപകടം പിടിച്ച ലോകത്തേക്ക് യാതൊരുവിധ സംരക്ഷണവുമില്ലാതെ ഇറങ്ങിത്തിരിക്കാൻ അവർ കാണിച്ച ആ ധൈര്യമാണ് ഇന്നത്തെ നമ്മുടെ അസ്തിത്വം. അവർ അന്ന് മരങ്ങളിൽ തന്നെ ഒതുങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ കഥ പറയാനിവിടെ ഉണ്ടാകില്ലായിരുന്നു. മഴക്കാടുകൾ ചുരുങ്ങി അവസാനം വെറും ദ്വീപുകൾ പോലെയായി മാറി. ഈ പച്ചത്തുരുത്തുകൾക്കിടയിലുള്ള വിശാലമായ കടലായിരുന്നു പുൽമേടുകൾ. ആ കടൽ നീന്തി കടക്കാൻ നമ്മുടെ പൂർവികർ പഠിച്ചു. അവരുടെ നടത്തം പതുക്കെ മെച്ചപ്പെട്ടു. നട്ടെല്ലിൻ്റെ ആകൃതിയിൽ മാറ്റം വന്നു. ഇടുപ്പെല്ലുകൾക്ക് ബലം വെച്ചു. കാൽപാദങ്ങൾ പരന്നു. ഭാരം താങ്ങാൻ പ്രാപ്തമായി. പ്രകൃതി വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്കായി അവരെ ഒരുക്കുകയായിരുന്നു. ഇരുട്ടി വെളുക്കുമ്പോൾ തീരുന്ന കഥയല്ലിത്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ എണ്ണിയാൽ തീരാത്ത തലമുറകളുടെ ത്യാഗത്തിൻ്റെ കഥയാണ്. ഓരോ വരൾച്ചയും ഓരോ പേമാരിയും ഓരോ പകർച്ചവ്യാധിയും അവരെ ഉലച്ചു. പക്ഷേ അവർ തളർന്നില്ല. അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രകൃതി അവരെക്കൊണ്ടങ്ങനെ തോന്നിപ്പിച്ചു. നമ്മളിപ്പോൾ കണ്ടത് വെറും തുടക്കം മാത്രമാണ്. മരങ്ങളിൽ നിന്നും മണ്ണിലേക്കുള്ള ആ വീഴ്ച, അതൊരു ഉയർച്ചയുടെ തുടക്കമായിരുന്നു. പക്ഷേ മണ്ണിലിറങ്ങിയ അവർക്ക് മുന്നിൽ കാത്തിരുന്നത് അതിലും വലിയ വെല്ലുവിളികളായിരുന്നു. എങ്ങനെയാണ് ഈ ദുർബലരായ ജീവികൾ ആഫ്രിക്കയുടെ വന്യതയെ അതിജീവിച്ചത്?
എപ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യർ എന്ന് വിളിക്കാവുന്ന രൂപത്തിലേക്ക് മാറിയത്? അതറിയാൻ നമ്മളൊരു പ്രത്യേക അതിഥിയെ കാണേണ്ടതുണ്ട്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയായ അമ്മ, ശാസ്ത്രലോകം സ്നേഹത്തോടെ ലൂസി എന്ന് വിളിക്കുന്ന നമ്മുടെ ആദിമ മാതാവ്. അവളുടെ കഥ കേവലമൊരു ഫോസിൽ അവശിഷ്ടത്തിൻ്റെ കഥയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും നഷ്ടപ്പെടലിൻ്റെയും അത്ഭുതകരമായ ഒരു യാത്രയുടെയും കഥയാണ്. ലൂസിയുടെ കാലടികൾ പിന്തുടർന്ന് നമുക്ക് ആ പഴയ ആഫ്രിക്കൻ പുൽമേടുകളിലൂടെ ഒന്ന് നടക്കണം. അവിടെയാണ് ഈ കഥയുടെ അടുത്ത അധ്യായം ഒളിഞ്ഞിരിക്കുന്നത്. ഉച്ചവെയിൽ കത്തി നിൽക്കുന്ന എത്യോപ്യയിലെ അഫാർ പ്രദേശം. ഏകദേശം 32 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരുച്ചസമയം. ചുട്ടുപൊള്ളുന്ന ആ വെയിലത്ത് ഉണങ്ങിയ പുൽമേടുകൾക്കിടയിലൂടെ ചെറിയൊരു രൂപം നടന്നു നീങ്ങുന്നു. 3.5 അടി മാത്രം പൊക്കമുള്ള, ശരീരം മുഴുവൻ രോമങ്ങളുള്ള, കണ്ടാൽ ഒരു ചിമ്പാൻസിയെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീരൂപം. പക്ഷേ അവളെ ചിമ്പാൻസിയിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് അവളുടെ നടത്തമാണ്. അവളൊരു കുരങ്ങനെപ്പോലെ 4 കാലിലല്ല നടക്കുന്നത്, മറിച്ച് ഒരു മനുഷ്യനെപ്പോലെ ഇരുകാലുകളിൽ നിവർന്നു നിന്നാണ്. അവളുടെ പേര് ലൂസി. അതെ, ശാസ്ത്രലോകം സ്നേഹത്തോടെ ലൂസി എന്ന് വിളിച്ച എത്യോപ്യക്കാർ ഡിങ്കിനേഷ് അഥവാ നീ അത്ഭുതമാണ് എന്ന് പേരിട്ട് നമ്മുടെ ആദിമ മുത്തശ്ശി. ഇന്നത്തെ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ ലൂസി വളരെ ചെറിയവളാണ്. 25 കിലോയിൽ താഴെ മാത്രമാണ് ഭാരം. തലച്ചോറ് ഒരു ഓറഞ്ചിൻ്റെ വലിപ്പം മാത്രം. പക്ഷേ ആ ചെറിയ തലച്ചോറിനുള്ളിൽ വലിയൊരു ലോകമുണ്ടായിരുന്നു. അവളുടെ ഓരോ ചുവടുവെപ്പും ചരിത്രത്തിലേക്കുള്ള വലിയ കാൽവെപ്പുകളായിരുന്നു. ആഫ്രിക്കൻ പുൽമേടുകൾ അന്ന് ഇന്നത്തെ പോലെ ശാന്തമായിരുന്നില്ല. എവിടെ നോക്കിയാലും അപകടങ്ങൾ. പുല്ലുകൾക്കിടയിൽ പതിയിരിക്കുന്ന കൂറ്റൻ പൂച്ചകൾ, ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന കഴുകന്മാർ, കൂട്ടമായി ആക്രമിക്കാൻ വരുന്ന കഴുതപ്പുലികൾ. ലൂസിയെപ്പോലെ ദുർബലയായ ഒരാൾക്ക് അവിടെ പിടിച്ചു നിൽക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നിട്ടും അവൾ നടന്നു. എന്തിനായിരുന്നു അവൾ അങ്ങനെ നടന്നത്? ഇതിനുത്തരം ലൂസിയുടെ ജീവിത രീതിയിലുണ്ട്. മരങ്ങൾ കുറഞ്ഞ ആ ലോകത്ത് ഭക്ഷണം തേടി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വന്നു. 4 കാലിൽ നടക്കുന്നതിനേക്കാൾ ഊർജം ലാഭിക്കാൻ 2 കാലിൽ നടക്കുന്നത് സഹായിക്കും. മാത്രമല്ല, 2 കാലിൽ നിൽക്കുമ്പോൾ പൊക്കമുള്ള പുല്ലുകൾക്ക് മുകളിലൂടെ ചുറ്റുപാടും നോക്കാൻ അവൾക്ക് കഴിയും. ദൂരെ നിന്ന് വരുന്ന ശത്രുവിനെ നേരത്തെ കാണാം, അല്ലെങ്കിൽ എവിടെയാണ് നല്ല പഴങ്ങളുള്ള മരങ്ങളുള്ളതെന്ന് കണ്ടെത്താം. ലൂസിയുടെ നടത്തം നമ്മളെപ്പോലെ അത്ര സുന്ദരമായിരുന്നില്ല. ഇത്തിരി വേച്ചുവേച്ചാണ് അവൾ നടന്നിരുന്നത്. കാലുകൾക്ക് നീളം കുറവാണ്. ഓരോ തവണ കാലെടുത്ത് വയ്ക്കുമ്പോഴും ഇടുപ്പ് അല്പം ചെരിയുന്നുണ്ട്. പക്ഷേ അവളുടെ കാൽമുട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കുരങ്ങന്മാരുടേതുപോലെ അകലെയല്ല, മറിച്ച് മനുഷ്യരുടേതുപോലെ അടുത്തടുത്തായിരുന്നു ആ മുട്ടുകൾ. ഇത് ശരീരത്തിൻ്റെ ഭാരം നേരെ താഴേക്ക് താങ്ങാൻ സഹായിച്ചു. അതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു. പ്രകൃതി ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ഡിസൈൻ ചെയ്ത ഒരു ബയോളജിക്കൽ അത്ഭുതം. അവളുടെ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തോടെയാണ്. മരത്തിൻ്റെ സുരക്ഷിതമായ ചില്ലയിൽ നിന്ന് അവൾ താഴെ ഇറങ്ങുന്നു. ഒറ്റയ്ക്കല്ല, അവളുടെ കൂട്ടത്തോടൊപ്പം. ഏകദേശം 20-30 പേരുള്ള ഒരു ചെറിയ സംഘം. അവർ പരസ്പരം രോമങ്ങളിൽ നിന്ന് പേനിനെ എടുത്തു മാറ്റുന്നു, ശബ്ദങ്ങളുണ്ടാക്കി ആശയവിനിമയം നടത്തുന്നു. മനുഷ്യനൊരു സാമൂഹിക ജീവിയായി മാറുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അവിടെ കാണാം. ഒറ്റയ്ക്ക് നടന്നാൽ മരണമുറപ്പാണ്. ലൂസിക്കറിയാം, ആ കൂട്ടമാണ് അവളുടെ ബലം. ഭക്ഷണം തേടിയുള്ള യാത്രയിൽ ലൂസിക്ക് തൻ്റെ കൈകൾ വലിയൊരാശ്വാസമായിരുന്നു. കൈകൾ നടക്കാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അവൾക്ക് പഴങ്ങളും വേരുകളും പറിച്ചെടുത്ത് കയ്യിൽ പിടിക്കാം. വേണമെങ്കിൽ ഒരു വടിയെടുത്ത് മണ്ണിൽ കുഴിച്ച് കിഴങ്ങുകൾ കണ്ടെത്താം. കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കാം. സ്നേഹമെന്ന വികാരം ഒരുപക്ഷെ ആ സമയത്താവാം കൂടുതൽ ശക്തമായി തുടങ്ങിയത്. 4 കാലിൽ നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ രോമങ്ങളിൽ തൂങ്ങിക്കിടക്കുകയാണ് പതിവ്. പക്ഷേ 2 കാലിൽ നടക്കുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനെ കൈകളിൽ കോരിയെടുക്കാം, മുഖത്തോട് മുഖം നോക്കാം. കണ്ണുകളിൽ നോക്കിയുള്ള ആ ആശയവിനിമയം ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കി. ഒരു ദിവസം ലൂസി പതിവ് പോലെ ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. വെയിൽ ചാഞ്ഞു തുടങ്ങി. സവന്നയിലെ നിയമമനുസരിച്ച് ഇരുട്ടാകുന്നതിനു മുൻപേ മരത്തിൽ കയറണം. രാത്രി താഴെ കിടന്നുറങ്ങാൻ മാത്രം ധൈര്യം അവർക്കില്ലായിരുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. പുല്ലുകൾക്കിടയിൽ ഒരു അനക്കം. കാട്ടിൽ ഹിംസ്രജന്തുവിൻ്റെ മണം. ലൂസിയുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. കൂട്ടത്തിലുള്ളവർ മുന്നറിയിപ്പ് ശബ്ദങ്ങളുണ്ടാക്കി. എല്ലാവരും അടുത്തുള്ള മരത്തിലേക്ക് ഓടി. ലൂസിയും ഓടി. ചിന്തിച്ചു നോക്കൂ, ഓടാൻ വലിയ വേഗതയൊന്നുമില്ലാത്ത ആ കുഞ്ഞു ശരീരം, ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ആ ഓട്ടം. പുറകിൽ മരണം പാഞ്ഞു വരുന്നുണ്ട്. എങ്ങനെയോ അവൾ ഒരു മരത്തിൽ പിടിച്ചു കയറി. കിതച്ചുകൊണ്ട് മുകളിലെ ചില്ലയിലിരിക്കുമ്പോൾ
താഴെ നിരാശനായ വേട്ടക്കാരൻ മുരൾച്ചയോടെ നടന്നു നീങ്ങുന്നുണ്ടാവും. അന്നവൾ രക്ഷപ്പെട്ടു. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെയാകണമെന്നില്ല. ലൂസിയുടെ അന്ത്യം വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ചില പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അവൾ മരത്തിൽ നിന്ന് വീണാണ് മരിച്ചതെന്നാണ്. ഒരുപക്ഷെ ഉറക്കത്തിൽ കാൽ വഴുതിയതാകാം, അല്ലെങ്കിൽ ഭക്ഷണം പറിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിവിട്ടതാകാം. 40 അടി ഉയരത്തിൽ നിന്ന് അവൾ താഴേക്ക് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ കാലിലെയും തോളിലെയും എല്ലുകൾ തകർന്നു. ആ വീഴ്ചയിൽ നദീതീരത്തെ ചെളിയിലേക്ക് അവൾ പതിച്ചു. വേദനയോടെ അനങ്ങാൻ കഴിയാതെ അവൾ കിടന്നു. ചുറ്റും ഇരുട്ടു പരന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. പതിയെ ശ്വാസം നിലച്ചു. പിന്നീട് സംഭവിച്ചത് പ്രകൃതിയുടെ മാന്ത്രികതയാണ്. നദിയിലെ വെള്ളം പൊങ്ങി മണലും ചെളിയും വന്ന് അവളുടെ ശരീരത്തെ മൂടി. വർഷങ്ങൾ കടന്നുപോയി. 100 അല്ല, 1000 അല്ല, 32 ലക്ഷം വർഷങ്ങൾ. ആഫ്രിക്കയുടെ മുഖം മാറി. ഭൂമിക്ക് മുകളിൽ സാമ്രാജ്യങ്ങളുണ്ടായി. യുദ്ധങ്ങൾ നടന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോയി. എന്നിട്ടും മണ്ണിനടിയിൽ ലൂസി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. തൻ്റെ കഥ ലോകത്തോട് പറയാൻ കാത്തിരുന്നു. 1974 ആ ഉറക്കം അവസാനിക്കുന്നത്. ഡൊണാൾഡ് ജൊഹാൻസൺ എന്ന പാലിയോ ആന്ത്രപ്പോളജിസ്റ്റും സംഘവും എത്യോപ്യയിലെ ഹദാർ എന്ന സ്ഥലത്ത് പര്യവേക്ഷണം നടത്തുകയായിരുന്നു. കത്തുന്ന വെയിലത്ത് മണ്ണിൽ നിന്ന് പുറത്തേക്കുന്തി നിൽക്കുന്ന ചെറിയൊരു അസ്ഥികഷ്ണം ജൊഹാൻസന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കൈമുട്ടിൻ്റെ എല്ലായിരുന്നു. ചുറ്റും കൂടുതൽ പരിശോധിച്ചപ്പോൾ താടിയെല്ല്, നട്ടെല്ല്, ഇടുപ്പെല്ല്, അങ്ങനെ ഒരു അസ്ഥികൂടത്തിൻ്റെ 40% ഭാഗങ്ങൾ അവർക്ക് ലഭിച്ചു. അന്ന് രാത്രി അവരുടെ ക്യാമ്പിൽ വലിയ ആഘോഷമായിരുന്നു. ടേപ്പ് റെക്കോർഡറിൽ ബീറ്റിൽസിൻ്റെ ലൂസി ഇൻ ദ സ്കൈ വിത്ത് ഡയമണ്ട്സ് എന്ന പാട്ട് ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ആ പാട്ടിൽ നിന്നാണ് അവർക്ക് ആ പേര് കിട്ടിയത്, ലൂസി എന്ന്. ആ പാട്ട് കേട്ട് ശാസ്ത്രജ്ഞർ ആടിയും പാടിയും ആഘോഷിക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല തങ്ങൾ കണ്ടെത്തിയത് വെറുമൊരു അസ്ഥിക്കൂടമല്ല, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ തന്നെ അമ്മയെയാണെന്ന്. ലൂസിയുടെ കണ്ടുപിടുത്തം ലോകത്തെ ഞെട്ടിച്ചു. അതുവരെ മനുഷ്യൻ വിചാരിച്ചിരുന്നത് വലിയ തലച്ചോറാണ് ആദ്യമുണ്ടായതെന്നും അതിനുശേഷമാണ് മനുഷ്യൻ നടക്കാൻ തുടങ്ങിയതെന്നുമാണ്. പക്ഷേ ലൂസി ആ ധാരണ തിരുത്തി. ചെറിയ തലച്ചോറായിരുന്നിട്ടും അവൾ നടന്നിരുന്നു. മനുഷ്യനാകാനുള്ള ആദ്യത്തെ പടി തലച്ചോറിൻ്റെ വളർച്ചയല്ല, മറിച്ച് നിവർന്നു നിൽക്കാനുള്ള തീരുമാനമായിരുന്നുവെന്ന് ലൂസി തെളിയിച്ചു. ലൂസിക്ക് ശേഷം ലൂസിയുടെ വർഗ്ഗക്കാർ ഓസ്ട്രലോപിഥെക്കസ് അഫാരൻസസ് ഏകദേശം 9 ലക്ഷം വർഷങ്ങൾ കൂടി ഭൂമിയിൽ ജീവിച്ചു. പക്ഷേ കാലാവസ്ഥ വീണ്ടും മാറി. വരൾച്ച കൂടി. കിഴങ്ങുകളും പഴങ്ങളും കിട്ടാതായി. അതിജീവനം വീണ്ടും ചോദ്യചിഹ്നമായി. ലൂസിയുടെ പിന്മുറക്കാർക്ക് മുന്നിൽ 2 വഴികളാണുണ്ടായിരുന്നത്. ഒന്നുകിൽ വംശനാശം സംഭവിച്ച് മണ്ണടിയുക, അല്ലെങ്കിൽ മാറാൻ തയ്യാറാവുക. പ്രകൃതി അവരോട് ആവശ്യപ്പെട്ടത് കൂടുതൽ ബുദ്ധി ഉപയോഗിക്കാനാണ്. കൈകൾ വെറുതെ നടക്കാൻ മാത്രമല്ല, വേറെന്തൊക്കെയോ ചെയ്യാൻ പ്രാപ്തമാണെന്ന് അവർ തിരിച്ചറിയാൻ പോകുകയായിരുന്നു. കല്ലുകൾ, അതെ, ചുറ്റും കിടക്കുന്ന സാധാരണ കല്ലുകൾക്ക് തങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്ന നിമിഷം വന്നെത്തി. ലൂസി ഇരുകാലിൽ നടന്നത് നമുക്ക് തന്നത് സ്വാതന്ത്ര്യം ലഭിച്ച 2 കൈകളാണ്. ആ കൈകൾ കൊണ്ട് നമ്മുടെ പൂർവികർ അടുത്തതായി എന്താണ് ചെയ്തതെന്നറിയാമോ? അത് മനുഷ്യചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സാങ്കേതിക വിദ്യയുടെ ഉദയമായിരുന്നു. കൂർത്ത പല്ലുകളില്ലാത്ത മനുഷ്യൻ കല്ലുകളെ പല്ലുകളാക്കി മാറ്റിയ കഥ. ലൂസിയുടെ ആത്മാവ് ആ ആഫ്രിക്കൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നെങ്കിലും അവൾ പെട്ടിരുന്ന വർഗം മനുഷ്യനിലേക്കുള്ള പരിണാമവൃക്ഷത്തിലെ നിർണായകമായൊരു ശാഖയായിരുന്നു. നമ്മൾ നേരെ നിവർന്ന് ഓരോ തവണ നടക്കുമ്പോഴും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആ പോരാട്ടത്തിൻ്റെ പ്രതിധ്വനിയാണ് നമ്മളിൽ മുഴങ്ങുന്നത്. ലൂസി നമ്മുടെ നേരിട്ടുള്ള മുത്തശ്ശിയാണെന്ന് ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നില്ലെങ്കിലും മനുഷ്യനാകാനുള്ള യാത്രയിൽ അവൾ വെച്ച ചുവടുകൾ അനിവാര്യമായിരുന്നു. പക്ഷേ നിവർന്ന് നടക്കുക മാത്രം പോരായിരുന്നു. ജീവിക്കാൻ, വയറു നിറയ്ക്കാൻ, ലോകത്തെ മനസ്സിലാക്കാൻ ബുദ്ധിയുടെ തീപ്പൊരി തെളിയേണ്ടിയിരുന്നു. അങ്ങനെ മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ സാങ്കേതിക മിന്നലാട്ടമുണ്ടാകാൻ പോകുന്നു. ആ കഥയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്.
ലൂസി മണ്ണടിയുന്നതോടെ ആഫ്രിക്ക വീണ്ടും മാറാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. പച്ചപ്പ് കുറഞ്ഞു വരുന്നു, വരൾച്ച കൂടുന്നു. അതിജീവനമെന്നത് ലൂസിയുടെ കാലത്തേക്കാൾ കടുപ്പമേറിയ ഒന്നായി മാറി. നമ്മുടെ പൂർവികരിപ്പോൾ വെറും പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. കാരണം പഴങ്ങൾ കിട്ടാനില്ല. വിശപ്പ്, സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. ആ വിശപ്പാണ് മനുഷ്യന്റെ തലച്ചോറിനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അവിടെയാണ് ചരിത്രത്തിലെ അടുത്ത നായകൻ ഉദയം ചെയ്യുന്നത്. ശാസ്ത്രജ്ഞർ അവനെ ഹോമോ ഹാബിലിസ് എന്ന് വിളിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ കൈപ്പണിയുള്ള മനുഷ്യൻ അഥവാ ദ ഹാൻഡി മാൻ. ലൂസിയെപ്പോലെ തന്നെ ഇവരും ആഫ്രിക്കൻ സവന്നകളിലാണ് ജീവിച്ചിരുന്നത്. കാഴ്ചയിൽ ലൂസിയേക്കാൾ അല്പം കൂടി മനുഷ്യരൂപം. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ കൈകളിലല്ല, ആ കൈകൾ എന്ത് ചെയ്തു എന്നതിലാണ്. ലൂസിയുടെ കൈകൾ വെറുതെ നടക്കാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് സ്വതന്ത്രമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഹോമോ ഹാബിലിസ് ആ കൈകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ. സിംഹമോ പുലിയോ വേട്ടയാടി ഉപേക്ഷിച്ചു പോയ ഒരു മൃഗത്തിൻ്റെ ശരീരം അവിടെ കിടക്കുന്നു. നമ്മുടെ പൂർവികർക്ക് അന്ന് വേട്ടയാടാൻ അറിയില്ല. അവർ വെറും ശവം തീനികൾ അഥവാ സ്കാവെഞ്ചേഴ്സ് ആയിരുന്നു. വലിയ മൃഗങ്ങൾ ബാക്കി വെച്ചത് കഴിക്കാൻ അവർ കാത്തു നിൽക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. മൃഗത്തിൻ്റെ തോല് പൊളിക്കാൻ നമ്മുടെ പല്ലുകൾക്ക് ശക്തിയില്ല. എല്ലുകൾക്കുള്ളിലുള്ള രുചികരമായ മജ്ജയെടുക്കാനും അവർക്ക് കഴിയുന്നില്ല. പല്ലുകൾ കൊണ്ട് കടിച്ചാൽ പല്ല് പൊട്ടും, നഖം കൊണ്ട് മാന്തിയാൽ നഖമൊടിയും. ചുരുക്കത്തിൽ കൺമുന്നിൽ ഭക്ഷണമുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല. ഈ നിസ്സഹായ അവസ്ഥയിലാണ് ആ യുറീക്ക നിമിഷം സംഭവിക്കുന്നത്. കൂട്ടത്തിൽ ഒരാൾ, ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിയുള്ള ഒരാൾ, നിലത്തുനിന്ന് കടുപ്പമുള്ളൊരു കല്ലെടുക്കുന്നു. എന്നിട്ട് ആ കല്ല് വെറുതെ മൃഗത്തിൻ്റെ ദേഹത്തെറിയുകയല്ല ചെയ്തത്. അവൻ വേറൊരു കല്ലുകൂടിയെടുത്തു. എന്നിട്ട് ഒരു കല്ലുകൊണ്ട് മറ്റേ കല്ലിൽ ശക്തിയായി ഇടിച്ചു. കല്ലിൻ്റെ ഒരു പാളി അടർന്നു മാറി. നോക്കുമ്പോൾ ആ കല്ലിനിപ്പോൾ വല്ലാത്തൊരു മൂർച്ച, കത്തി പോലെ മൂർച്ചയുള്ളൊരു വശം. അതൊരു സാധാരണ കല്ലല്ലായിരുന്നു. അതായിരുന്നു മനുഷ്യൻ നിർമ്മിച്ച ആദ്യത്തെ ഉപകരണം. ആ നിമിഷം വരെ പ്രകൃതിയിലുള്ള വസ്തുക്കളെ അതേപടി ഉപയോഗിക്കുക മാത്രമായിരുന്നു ജീവികൾ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യൻ പ്രകൃതിയിലെ ഒരു വസ്തുവിനെ തനിക്ക് വേണ്ട രീതിയിൽ രൂപമാറ്റം വരുത്തി. ഇതാണ് സാങ്കേതിക വിദ്യയുടെ തുടക്കം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുമെല്ലാം അന്ന് ആ പൂർവികൻ 2 കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചപ്പോൾ ഉണ്ടായ ആ തീപ്പൊരിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ മൂർച്ചയുള്ള കല്ലുപയോഗിച്ച് അവൻ മൃഗത്തിൻ്റെ കട്ടിയുള്ള തോല് കീറി മുറിച്ചു, മാംസം മുറിച്ചെടുത്തു. വലിയ കല്ലുകൾ കൊണ്ട് എല്ലുകൾ തല്ലിപ്പൊട്ടിച്ച് ഉള്ളിലെ മജ്ജ പുറത്തെടുത്തു. മജ്ജ എന്നത് കൊഴുപ്പും ഊർജവും തിങ്ങി നിറഞ്ഞ ഒരു സൂപ്പർ ഫുഡാണ്. അതുവരെ ഇലകളും പഴങ്ങളും മാത്രം തിന്ന് ശീലിച്ച അവരുടെ വയറ്റിലേക്ക് പെട്ടെന്ന് പോഷകസമൃദ്ധമായ മാംസവും മജ്ജയും എത്താൻ തുടങ്ങി. ഇവിടെയാണ് പരിണാമത്തിൻ്റെ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. മാംസം കഴിക്കുന്തോറും തലച്ചോറ് വളർന്നു. തലച്ചോറ് വളരുംതോറും കൂടുതൽ നല്ല ആയുധങ്ങളുണ്ടാക്കാൻ അവർക്ക് ബുദ്ധി തോന്നി. അതൊരു സൈക്കിൾ പോലെയായി. ഹോമോ ഹാബിലിസിൻ്റെ തലച്ചോറ് ലൂസിയുടെ തലച്ചോറിനേക്കാൾ ഏകദേശം 50% വലുതായിരുന്നു. ആ വലിയ തലച്ചോറാണ് അവരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചത്. ഓൾഡ് വാൻ ടൂൾസ് എന്നാണ് ഈ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കണ്ണിൽ കണ്ടാൽ അതൊരു പൊട്ടക്കല്ലെന്ന് മാത്രമേ തോന്നൂ. പക്ഷേ അന്നത്തെ കാലത്ത് അതൊരു വിപ്ലവമായിരുന്നു. ആയുധങ്ങളുണ്ടായതോടെ അവർക്ക് ധൈര്യം കൂടി. അതുവരെ സിംഹത്തെ കണ്ട് ഓടിയൊളിച്ചിരുന്നവർ ഇപ്പോൾ കൂട്ടമായി നിന്ന് കല്ലെറിഞ്ഞ് സിംഹത്തെ ഓടിക്കാൻ തുടങ്ങി. ഇരയുടെ ബാക്കിപത്രം കഴിച്ചിരുന്നവർ പതുക്കെ ചെറിയ ജീവികളെ വേട്ടയാടാൻ തുടങ്ങി. പക്ഷേ ഈ ബുദ്ധിവികാസത്തിന് ഒരു വില നൽകേണ്ടി വന്നു. തലച്ചോറ് വലുതാകുമ്പോൾ പ്രസവം കൂടുതൽ സങ്കീർണമാകും. വലിയ തലയുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മമാർ കഷ്ടപ്പെടും. അതുകൊണ്ട് പ്രകൃതി ഒരു വിട്ടുവീഴ്ച ചെയ്തു. തലച്ചോറ് പൂർണ്ണമായും വളരുന്നതിനു മുൻപേ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക. അതുകൊണ്ടാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തീർത്തും നിസ്സഹായരാകുന്നത്. ഒരു മാൻകുട്ടി ജനിച്ച ഉടനെ നടക്കും, പക്ഷെ മനുഷ്യക്കുഞ്ഞ് നടക്കാൻ 1 വർഷമെടുക്കും. ഈ നിസ്സഹായത കാരണം കുഞ്ഞിനെ നോക്കാൻ അമ്മയ്ക്ക് കൂടുതൽ സമയം ചിലവിടേണ്ടി വന്നു. അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ അച്ഛനും കൂട്ടത്തിലുള്ളവരും ബാധ്യസ്ഥരായി. ഇത് കുടുംബമെന്ന സംവിധാനം കൂടുതൽ ശക്തമാകാൻ കാരണമായി. കല്ലുകൾ ആയുധങ്ങളായപ്പോൾ അവർക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നിത്തുടങ്ങി. പക്ഷെ അവരിപ്പോഴും പ്രകൃതിയുടെ അടിവകൾ തന്നെയായിരുന്നു. രാത്രിയായാൽ അവർ ഭയത്തോടെ മരത്തിൽ കയറിക്കൂടും. ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകൾ അവരെ ഉറ്റുനോക്കുന്നുണ്ടാകും.
തണുപ്പുകാലത്ത് അവർ വിറച്ചു വിറച്ചിരിക്കും. കല്ലുകൊണ്ട് തോൽ മുറിക്കാം, പക്ഷേ തണുപ്പിനെ തടുക്കാൻ കഴിയില്ല. അതിന് മറ്റെന്തോ വേണം. ഹോമോ ഹാബിലിസ് ഏകദേശം 10 ലക്ഷം വർഷത്തോളം ഭൂമിയിൽ ജീവിച്ചു. അവർ ആഫ്രിക്ക വിട്ടു പുറത്തു പോയിരുന്നില്ല. അവരുടെ ലോകം ആ സവന്നകളിൽ ഒതുങ്ങി നിന്നു. പക്ഷേ അവരുടെ പിന്മുറക്കാർ അവരെക്കാൾ ഉയരമുള്ള, അവരെക്കാൾ കരുത്തുള്ള, അവരെക്കാൾ ബുദ്ധിയുള്ള ഒരു പുതിയ കൂട്ടർ വരാൻ പോകുകയാണ്. അവർ വെറും കല്ലുകൾ കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവർക്ക് പ്രകൃതിയിലെ ഏറ്റവും വന്യമായ, ഏറ്റവും ഭയാനകമായ ഒരു ശക്തിയെ മെരിക്കണമായിരുന്നു. ആ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാം. തീ. കാട്ടുതീ കണ്ട് പേടിച്ചോടിയിരുന്ന മൃഗങ്ങൾക്കിടയിൽ ആ തീയിനെ നോക്കി ചിരിച്ച, അതിനെ കൈപ്പിടിയിലൊതുക്കാൻ ധൈര്യം കാണിച്ച ആ പുതിയ മനുഷ്യനാരായിരുന്നു? ഹോമോ എറക്ടസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. കല്ലുകൾ കൂട്ടിയിടിപ്പിച്ചപ്പോഴുണ്ടായ ആ ചെറിയ തീപ്പൊരിയിൽ നിന്ന് ലോകം മുഴുവൻ വെളിച്ചം വീശാൻ പോകുന്ന വലിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹോമോ ഹാബിലിസ് കല്ലുകൊണ്ട് ചരിത്രം കുറിച്ചെങ്കിൽ ഹോമോ എറക്ടസ് തീ കൊണ്ട് ലോകം ജയിക്കാൻ പോകുകയാണ്. മാത്രമല്ല, ആഫ്രിക്ക എന്ന തൊട്ടിലുപേക്ഷിച്ച് അറിയാത്ത ലോകങ്ങളിലേക്ക്, കടലുകൾക്കപ്പുറത്തേക്ക് അവർ യാത്ര തിരിക്കാൻ പോകുകയാണ്. മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കുടിയേറ്റത്തിൻ്റെ ആവേശകരമായ കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഹോമോ ഹാബിലിസ് കല്ലുകൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചെങ്കിലും അവർ ഇപ്പോഴും പ്രകൃതിയുടെ കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഏകദേശം 19 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയുടെ മണ്ണിൽ പുതിയൊരു താരം അവതരിച്ചു. അവനെ നമുക്ക് ഹോമോ എറക്ടസ് എന്ന് വിളിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടെല്ല് നിവർത്തി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ. ലൂസിയെപ്പോലെ കുറിയ രൂപമോ ഹാബിലിസിനെ പോലെ കുരങ്ങിൻ്റെ ഛായയുള്ള മുഖമോ ആയിരുന്നില്ല ഇവരുടേത്. ഇവർ ഇന്നത്തെ മനുഷ്യരെ പോലെ തന്നെ നല്ല പൊക്കമുള്ളവരായിരുന്നു. ശരാശരി ഉയരം ഏകദേശം 5.5 അടിയോളം. ചിലർ അതിലധികവും ഉണ്ടായിരിക്കാം. ശരീരം മെലിഞ്ഞ് ഇന്നത്തെ ഒളിമ്പിക്സ് ഓട്ടക്കാരെ പോലെ ദൃഢമായ പേശികളുള്ളവർ. അവരുടെ ശരീരത്തിലെ രോമങ്ങൾ കുറവായിരുന്നു. വിയർപ്പിലൂടെ ശരീരതാപം നിയന്ത്രിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല. പൊരിവെയിലത്ത് കിലോമീറ്ററുകൾ ഓടാൻ ഇതവരെ സഹായിച്ചു. ഇവർ വെറും ശവന്തീനികളായിരുന്നില്ല, ഇവർ വേട്ടക്കാരായിരുന്നു. മൃഗങ്ങളുടെ പുറകെ ഓടി അവയെ തളർത്തി വീഴ്ത്തുന്ന പേഴ്സിസ്റ്റൻസ് ഹണ്ടിംഗ് എന്ന തന്ത്രം ഉപയോഗിച്ചിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. മൃഗങ്ങൾക്ക് വിയർക്കാനുള്ള കഴിവ് കുറവായതുകൊണ്ട് കുറച്ചു ദൂരം ഓടുമ്പോൾ അവ തളർന്നു വീഴും. എന്നാൽ ഹോമോ എറക്ടസ് തളരില്ല. അവർ ഓടിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ തളർന്നു വീഴുന്ന മൃഗത്തെ അവർ കീഴ്പ്പെടുത്തും. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ നേട്ടം ഓട്ടമായിരുന്നില്ല. അത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വിനാശകരവും എന്നാൽ ഏറ്റവും മനോഹരവുമായ ഒരു ശക്തിയെ മെരുക്കിയെടുത്തതാണ്: തീ. അതെ, തീയിനെ നിയന്ത്രിക്കാൻ പഠിച്ച ആദ്യ മനുഷ്യവർഗങ്ങളിൽ ഒരാളായിരുന്നു ഹോമോ എറക്ടസ്. അതൊരു പക്ഷേ ഒരു ഇടിമിന്നലിൽ നിന്നാവാം തുടങ്ങിയത്. ഉണങ്ങിയ മരത്തിന് മിന്നലേൽക്കുന്നു, കാട്ടുതീ പടരുന്നു. മറ്റെല്ലാ മൃഗങ്ങളും ജീവനും കൊണ്ടോടുമ്പോൾ നമ്മുടെ പൂർവികൻ മാത്രം അവിടെ നിന്നു. അവൻ ആ തീയിനെ കൗതുകത്തോടെ നോക്കി. അതിനടുത്തു പോയപ്പോൾ അവന് ചൂടനുഭവപ്പെട്ടു. തണുത്ത രാത്രികളിൽ ആ ചൂട് ഒരു അനുഗ്രഹമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കത്തിയ മരങ്ങൾക്കിടയിൽ വെന്തുപോയ ഒരു മൃഗത്തിൻ്റെ മാംസം അവൻ രുചിച്ചു നോക്കി. പച്ചമാംസത്തേക്കാൾ എത്രയോ രുചികരവും ചവച്ചരയ്ക്കാൻ എളുപ്പവുമാണതെന്ന് അവൻ മനസ്സിലാക്കി. അവിടെയാണ് മനുഷ്യൻ്റെ വിധി മാറുന്നത്. തീയിനെ ഭയക്കുന്നതിന് പകരം അതിനെ ഒരു മരക്കൊമ്പിലേക്ക് പകർത്തി സ്വന്തം ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ അവൻ ധൈര്യം കാണിച്ചു. തീ കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി. തീ അവർക്ക് വെളിച്ചം നൽകി, ചൂട് നൽകി, വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി. രാത്രിയായാൽ ഗുഹയുടെ കവാടത്തിൽ തീ കത്തിച്ചു വെച്ചാൽ മതി, ഒരു സിംഹവും അങ്ങോട്ടടുക്കില്ല. അതുവരെ ഇരുട്ടിനെ ഭയന്ന് മരക്കൊമ്പുകളിൽ അള്ളിപ്പിടിച്ചിരുന്ന മനുഷ്യൻ ആദ്യമായി നിലത്ത് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ തുടങ്ങി. ഈ സുരക്ഷിതത്വം അവർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. മാത്രമല്ല, തീയിൽ ചുട്ട ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതോടെ വലിയൊരു ശാരീരിക മാറ്റം സംഭവിച്ചു. പച്ചമാംസം ദഹിക്കാൻ മണിക്കൂറുകളെടുക്കും, കൂടാതെ ദഹനത്തിന് വലിയൊരു ഊർജം ചിലവാകും. എന്നാൽ പാകം ചെയ്ത ഭക്ഷണം എളുപ്പം ദഹിക്കുന്നു. പാകം ചെയ്ത ഭക്ഷണം കൂടുതൽ ഊർജം ലഭ്യമാക്കിയതോടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായകമായിരിക്കാമെന്ന് ചില ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഹോമോ ഇറക്ടസിൻ്റെ തലച്ചോറ് വലുതായിക്കൊണ്ടേയിരുന്നു. വായുടെയും പല്ലിൻ്റെയും വലിപ്പം കുറഞ്ഞു. മുഖം കൂടുതൽ ഭംഗിയുള്ളതായി. തീയിനു ചുറ്റുമിരിക്കുക എന്നതൊരു ശീലമായി മാറി. പകൽ മുഴുവൻ വേട്ടയാടി ക്ഷീണിച്ചവർ രാത്രി തീയിനു ചുറ്റും വട്ടമിട്ടിരുന്നു.
അവർ പരസ്പരം നോക്കി. ഒരുപക്ഷെ ഇന്നത്തെ പോലെ ഭാഷയുണ്ടായിരുന്നില്ലെങ്കിലും ശബ്ദങ്ങളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും അവർ ആശയവിനിമയം നടത്തി. കഥകൾ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ ആദ്യത്തെ രൂപം അവിടെ ജനിക്കുകയായിരുന്നു. തീയെന്നത് വെറുമൊരു വെളിച്ചമായിരുന്നില്ല, അതൊരു സോഷ്യൽ മീഡിയയായിരുന്നു. സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന കണ്ണിയായിരുന്നു അത്. ഈ ആത്മവിശ്വാസവും കയ്യിൽ തീയും കൂർത്ത കല്ലുകൊണ്ടുള്ള ആയുധങ്ങളുമുള്ളപ്പോൾ അവർക്ക് ആഫ്രിക്ക ചെറിയൊരു സ്ഥലമായി തോന്നി. ഇനി എന്ത് എന്ന ചോദ്യം അവരുടെ മനസ്സിലുദിച്ചു. ആഫ്രിക്കയുടെ വടക്കുഭാഗത്ത് സഹാറ മരുഭൂമി, പച്ചപ്പുള്ള പുൽമേടുകളായിരുന്ന കാലമായിരുന്നു അത്. മൃഗങ്ങൾ അങ്ങോട്ട് നീങ്ങുമ്പോൾ വേട്ടക്കാരായ ഇവരും കൂടെ നീങ്ങി. അങ്ങനെ മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ വലിയ കുടിയേറ്റങ്ങളിലൊന്നായിരുന്നു അത്. ഹോമോ എറക്ടസ് ആഫ്രിക്ക വിട്ട് പുറത്തേക്ക് കടന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഈ യാത്ര നടന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി അവർ മുന്നേറി. അവർ ഏഷ്യയിലേക്ക് കടന്നു. ഇന്നത്തെ ജോർജിയയിലെ ഡ്മനീസി എന്ന സ്ഥലത്ത് അവരുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അവർ കിഴക്കോട്ട് നടന്നു. ചൈനയിലെ ഗുഹകളിലും പീക്കിംഗ് മാൻ, ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപുകളിലും ജാവാമാൻ അവർ എത്തിച്ചേർന്നു. ഓരോ സ്ഥലത്തും കാലാവസ്ഥ വ്യത്യസ്തമായിരുന്നു. ചിലയിടത്ത് കൊടും തണുപ്പ്, ചിലയിടത്ത് മഴ, ചിലയിടത്ത് ഉഷ്ണമേഖലാ വനങ്ങൾ. പക്ഷേ ഹോമോ എറക്ടസ് തോറ്റു പിന്മാറിയില്ല. അവരുടെ കയ്യിൽ തീയുണ്ടായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു. സാഹചര്യത്തിനനുസരിച്ച് ആയുധങ്ങളിൽ മാറ്റം വരുത്താനും വസ്ത്രങ്ങൾ അഥവാ മൃഗങ്ങളുടെ തോൽ ധരിക്കാനും അവർ പഠിച്ചു. ഏഷ്യയിലെ മുളങ്കാടുകളിൽ മുളകൊണ്ടുള്ള ആയുധങ്ങളുണ്ടാക്കി. യൂറോപ്പിലെ തണുപ്പിൽ ഗുഹകളിൽ അഭയം തേടി അവർ ലോകം മുഴുവൻ വ്യാപിച്ചു. ഏകദേശം 18 ലക്ഷം വർഷത്തോളം അവർ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചു. മനുഷ്യചരിത്രത്തിൽ ഇത്രയും കാലം വിജയകരമായി നിലനിന്ന മറ്റൊരു സ്പീഷീസ് വേറെയില്ല എന്ന് തന്നെ പറയാം. നമ്മൾ ആധുനിക മനുഷ്യർ വെറും 3 ലക്ഷം വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നോർക്കണം. ഈ യാത്രയിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടു, പലതും നേടി. പല കൂട്ടങ്ങളും വഴിയിൽ വെച്ച് മരിച്ചുപോയിട്ടുണ്ടാകാം. പക്ഷേ അതിജീവിച്ചവർ മുന്നോട്ട് തന്നെ പോയി. അവർ പ്രകൃതിയെ വെല്ലുവിളിച്ചു. നീ എന്നെ തളർത്താൻ നോക്കിയാൽ ഞാൻ നിന്നെ മെരുക്കും എന്നതായിരുന്നു അവരുടെ മനോഭാവം. ഹോമോ എറക്ടസ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ യൂറോപ്പിൻ്റെ ഭാഗത്ത് മറ്റൊരു രസകരമായ പരിണാമം നടക്കുന്നുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് നേരത്തെ തന്നെ പുറപ്പെട്ട എറക്ടസിൻ്റെ ചില പിന്മുറക്കാർ വടക്കൻ യൂറോപ്പിലെ കൊടും തണുപ്പിൽപ്പെട്ടുപോയി. മഞ്ഞു വീഴുന്ന, സൂര്യൻ അപൂർണമായി മാത്രം ഉദിക്കുന്ന, എല്ലുറയുന്ന തണുപ്പുള്ള പ്രദേശം. അവിടെ ജീവിക്കാൻ സാധാരണ മനുഷ്യ ശരീരം പോരായിരുന്നു. തണുപ്പിനെ അതിജീവിക്കാൻ പ്രകൃതി അവരെ വല്ലാതെ മാറ്റിമറിച്ചു. അവർ കൂടുതൽ കരുത്തരായി, തടിച്ച ശരീരപ്രകൃതിയുള്ളവരായി. ഹോമോ എറക്ടസിൻ്റെ പിന്മുറക്കാരാണെങ്കിലും അവർ തീർത്തും വ്യത്യസ്തരായ ഒരു വർഗമായി മാറി. നമ്മൾ അവരെ നിയാൻഡർത്താലുകൾ എന്ന് വിളിക്കും. പലരും കരുതുന്നതുപോലെ അവർ വിഡ്ഢികളായ ഗുഹാമനുഷ്യരായിരുന്നില്ല. മറിച്ച് നമ്മളെക്കാൾ വലിയ തലച്ചോറും അതിശയിപ്പിക്കുന്ന കരുത്തുമുള്ളവരായിരുന്നു അവർ. മഞ്ഞിൻ്റെ രാജാക്കന്മാർ. ഹോമോ എറക്ടസ് ലോകം കാണാനിറങ്ങിയപ്പോൾ യൂറോപ്പിലെ മഞ്ഞുമലകൾക്കിടയിൽ രൂപം കൊണ്ട ആ കരുത്തരായ മനുഷ്യരുടെ കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആഫ്രിക്കയിലെ ചൂടിൽ നിന്ന് യൂറോപ്പിലെ ഐസ് ഏജിലേക്കുള്ളൊരു മാറ്റം. അവിടെ അതിജീവനമെന്നത് വെറുമൊരു വാക്കല്ല, ഓരോ നിമിഷത്തെയും പോരാട്ടമായിരുന്നു. ആഫ്രിക്കയിലെ കത്തുന്ന വെയിലിൽ നിന്ന് നമ്മൾ നേരെ വന്നെത്തുന്നത് മരവിപ്പിക്കുന്ന തണുപ്പിലേക്കാണ്. കൺമുന്നിൽ കാണുന്നതെല്ലാം വെളുത്ത മഞ്ഞ്. യൂറോപ്പ് മുഴുവൻ മഞ്ഞിൽ പുതച്ചുകിടക്കുന്ന ഹിമയുഗത്തിൻ്റെ ഐസേജിൻ്റെ കാലം. ഇവിടെ ജീവിക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ല. എല്ലുറയുന്ന തണുപ്പ്, മാസങ്ങളോളം സൂര്യനെ കാണാത്ത പകലുകൾ, മഞ്ഞുമൂടിയ മലനിരകൾ. പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു കൂട്ടം മനുഷ്യർ ജീവിച്ചിരുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. നമ്മൾ അവരെ നിയാൻഡർത്താലുകൾ എന്ന് വിളിക്കുന്നു. പലപ്പോഴും നിയാൻഡർത്താലുകളെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ ഗധയും പിടിച്ച് ഒട്ടും ബുദ്ധിയില്ലാതെ ശബ്ദമുണ്ടാക്കി നടക്കുന്ന കാട്ടുവാസികളുടെ ചിത്രമാണ്. എന്നാൽ സത്യമതല്ല. അവർ വിഡ്ഢികളായിരുന്നില്ല, മറിച്ച് അതിശയിപ്പിക്കുന്ന ബുദ്ധിയും കരുത്തുമുള്ളവരായിരുന്നു. സത്യത്തിൽ അവരുടെ തലച്ചോറിൻ്റെ വലിപ്പം ശരാശരി ഇന്നത്തെ മനുഷ്യൻ്റെ തലച്ചോറുമേക്കാൾ വലുതായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ,
അതാണ് സത്യം. കാഴ്ചയിൽ അവർ നമ്മളെപ്പോലെ ആയിരുന്നില്ല. ഹോമോ എറക്ടസിൽ നിന്ന് ഉരുത്തിരിഞ്ഞവരാണെങ്കിലും തണുപ്പിനെ പ്രതിരോധിക്കാൻ പ്രകൃതി അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അവർക്ക് പൊക്കം കുറവായിരുന്നു, ഏകദേശം 5.5 അടി മാത്രം. പക്ഷേ ശരീരം അതിന്നത്തെ ബോഡി ബിൽഡർമാരെ പോലെ അല്ലെങ്കിൽ ഗുസ്തിക്കാരെ പോലെ അവിശ്വസനീയമായ പേശീബലമുള്ളതായിരുന്നു. തണുപ്പ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ കൈകാലുകൾക്ക് നീളം കുറവായിരുന്നു. അവരുടെ മുഖത്ത് എടുത്തു നിൽക്കുന്ന വലിയൊരു മൂക്ക്. തണുത്ത വായുവിനെ ശ്വസിക്കുമ്പോൾ അത് ശ്വാസകോശത്തിൽ എത്തുന്നതിനു മുൻപ് ചൂടാക്കാനും ഈർപ്പമുള്ളതാക്കാനും ആ വലിയ മൂക്ക് അവരെ സഹായിച്ചു. നിയാൻഡർതാലുകളുടെ ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഓരോ ദിവസവും അവർക്ക് മരണത്തോട് മല്ലിടേണ്ടി വന്നു. അവരുടെ പ്രധാന ഭക്ഷണം മാംസമായിരുന്നു. ഇന്നത്തെ പോലെ സൂപ്പർമാർക്കറ്റിൽ പോയി വാങ്ങുന്ന മാംസമല്ല, മറിച്ച് ജീവനോടെയുള്ള കൂറ്റൻ കൊമ്പുകളുള്ള ഭീമൻ മാമത്തുകളെയും രോമമുള്ള കാണ്ടാമൃഗങ്ങളെയും വേട്ടയാടി പിടിക്കണം. ഇവിടെയാണ് അവരുടെ ധൈര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നത്തെ മനുഷ്യൻ ദൂരെ നിന്ന് തോക്കോ അമ്പും വില്ലോ ഉപയോഗിച്ചാണ് വേട്ടയാടുന്നതെങ്കിൽ നിയാൻഡർതാലുകൾക്ക് അത്തരം ആയുധങ്ങളില്ലായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്നത് കട്ടിയുള്ള മരത്തടിയിൽ കല്ലുകൊണ്ട് മൂർച്ച കൂട്ടിയ മുനകൾ വെച്ച് കെട്ടിയ കുന്തങ്ങളാണ്. ഈ കുന്തങ്ങൾ എറിയാൻ പറ്റില്ല, പകരം മൃഗത്തിൻ്റെ തൊട്ടടുത്ത് ചെന്ന് അതിൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കണം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വലിയ മാമത്ത് പാഞ്ഞു വരുന്നു. അതിൻ്റെ കൂറ്റൻ കൊമ്പുകൾക്ക് മുന്നിൽ നിന്ന് കയ്യിലുള്ള ഒരു കുന്തം കൊണ്ട് അതിനെ നേരിടുക, അതും തെന്നി വീഴാൻ സാധ്യതയുള്ള മഞ്ഞിൽ നിന്ന്. ഇത് അത്യന്തം അപകടകരമായിരുന്നു. പല നിയാൻഡർതാൽ ഫോസിലുകളിലും ഒടിഞ്ഞ കൈകാലുകളുടെയും തലയോട്ടിയിലെ പൊട്ടലുകളുടെയും പാടുകൾ കാണാം. ആധുനിക കാലത്തെ റോഡിയോ റൈഡർമാർക്കുണ്ടാകുന്ന തരം പരിക്കുകളാണ് ഇവരുടെ എല്ലുകളിൽ കൂടുതലായി കാണുന്നത്. ഇതിനർത്ഥം മൃഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാണ്. പക്ഷേ പരിക്കേറ്റാൽ അവർ അപ്പോൾ മരിച്ചിരുന്നില്ല. ഇവിടെയാണ് നിയാൻഡർതാലുകളുടെ മനുഷ്യത്വപരമായ മുഖം നമ്മൾ കാണുന്നത്. ഇറാഖിലെ ഷാനിദാർ ഗുഹയിലും ഫ്രാൻസിലെ ലാ ചാപ്പൽ ഗുഹയിലും കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ വലിയൊരു കഥ പറയുന്നുണ്ട്. അവിടെ കണ്ടെത്തിയ ഒരു വൃദ്ധനായ നിയാൻഡർതാലിൻ്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞുപോയിരുന്നു. അയാൾക്ക് നടക്കാൻ വയ്യായിരുന്നു, സന്ധിവാതമുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ വർഷങ്ങളോളം ജീവിച്ചു. ഇതെങ്ങനെ സാധിച്ചു? പല്ലില്ലാത്ത ഒരാൾക്ക് കടുപ്പമുള്ള മാംസം കഴിക്കാൻ കഴിയില്ല. അതിനർത്ഥം കൂട്ടത്തിലുള്ള മറ്റാരോ അയാൾക്ക് വേണ്ടി ഭക്ഷണം ചവച്ചരച്ച് നൽകിയെന്നാണ്. നടക്കാൻ വയ്യാത്ത അയാളെ അവർ ഉപേക്ഷിച്ചു പോയില്ല, മറിച്ച് സംരക്ഷിച്ചു. ഇവനെക്കൊണ്ടിനി ഗുണമില്ല, ഉപേക്ഷിക്കാം എന്നവർ ചിന്തിച്ചില്ല. രോഗികളെയും വൃദ്ധരെയും പരിചരിക്കാനുള്ള സ്നേഹവും അനുകമ്പയും അവർക്കുണ്ടായിരുന്നു. നമ്മൾ മനുഷ്യർ മാത്രമാണ് സ്നേഹിക്കാൻ അറിയുന്നവർ എന്നഹങ്കരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വർഷം മുൻപേ നമ്മുടെ ഈ കരുത്തരായ ബന്ധുക്കൾ അത് തെളിയിച്ചിരുന്നു. അവർക്ക് അവരുടേതായ സംസ്കാരമുണ്ടായിരുന്നു. മരിച്ചവരെ അവർ വെറുതെ ഉപേക്ഷിച്ചിരുന്നില്ല. കുഴിമാടങ്ങളുണ്ടാക്കി അതിൽ പൂക്കൾ വെച്ച് ആദരവോടെ അടക്കം ചെയ്തിരുന്നതായി ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ചോ അവർക്ക് ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം. അവർ ഗുഹാചിത്രങ്ങൾ വരച്ചിരുന്നു, കക്കകൾ കോർത്ത് ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സംഗീതത്തിന് സമാനമായ താളങ്ങൾ അവർ ആസ്വദിച്ചിരിക്കാം. അവരുടെ വസ്ത്രധാരണം ലളിതമായിരുന്നു. തണുപ്പിനെ തടുക്കാൻ മൃഗങ്ങളുടെ തോലുകൾ അവർ ശരീരത്തിൽ ചുറ്റി. തോലുകൾ തുന്നിച്ചേർക്കാൻ അവർക്ക് സൂചികളില്ലായിരുന്നു. പകരം തോലുകൾ ചുമ്മാ പുതയ്ക്കുകയോ നാരുകൾ കൊണ്ട് കെട്ടിവെക്കുകയോ ചെയ്തു. തീ അവരുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ഗുഹകളിൽ തീ കൂട്ടിയിട്ട് അതിനു ചുറ്റും അവർ ഒത്തുകൂടി. നിയാൻഡർതാലുകൾ യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ഏകദേശം 4 ലക്ഷം വർഷത്തോളം രാജാക്കന്മാരായി വാണു. ഹിമയുഗത്തിൻ്റെ കഠിനമായ തണുപ്പിനെ അവർ അതിജീവിച്ചു. വേറൊരു ജീവിക്കും കഴിയാത്തത്ര പൊരുത്തപ്പെടൽ ശേഷി അവർ കാണിച്ചു. യൂറോപ്പിലെ ഗുഹകളിൽ നിന്ന് ഗുഹകളിലേക്ക് അവർ സഞ്ചരിച്ചു. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നു. അവർ ഈ തണുത്ത ദേശത്ത് മല്ലന്മാരെ പോലെ ജീവിക്കുമ്പോൾ ദൂരെ, വളരെ ദൂരെ ആഫ്രിക്കയിൽ മറ്റൊരു മാറ്റം സംഭവിക്കുന്നുണ്ടായിരുന്നു. അവിടെ കാലാവസ്ഥ ചൂടായിരുന്നു. ആ ചൂടിൽ പ്രകൃതി പുതിയൊരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. നിയാൻഡർതാലുകളേക്കാൾ മെലിഞ്ഞ, എന്നാൽ അവരെക്കാൾ കൗശലക്കാരായ ഒരു കൂട്ടർ അവിടെ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. നിയാൻഡർതാലുകൾ കരുത്തുകൊണ്ട് പ്രകൃതിയെ നേരിട്ടപ്പോൾ ആഫ്രിക്കയിലെ ആ പുതിയ കൂട്ടർ ബുദ്ധി കൊണ്ടാണ് പ്രകൃതിയെ നേരിട്ടത്. അവർക്ക് നിയാൻഡർതാലുകളെ പോലെ വലിയ പേശികളില്ല, തണുപ്പിനെ തടുക്കാൻ വലിയ ശരീരമില്ല.
പക്ഷെ അവർക്കൊന്നുണ്ടായിരുന്നു: ഭാവന, ഇമാജിനേഷൻ. കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കഥകൾ മെനയാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കഴിവുള്ള ഒരു തലച്ചോർ. ആഫ്രിക്കയിൽ ഉരുത്തിരിഞ്ഞ ആ പുതിയ മുഖം ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതെ, നമ്മൾ തന്നെ, ഹോമോ സാപ്പിയൻസ്. പക്ഷെ നമ്മുടെ തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല. ജനിച്ച ഉടനെ തന്നെ വംശനാശത്തിൻ്റെ വക്കോളമെത്തിയ ഒരു വലിയ ദുരന്തത്തെ നമുക്ക് നേരിടേണ്ടി വന്നു. നിയാണ്ടർതാലുകൾ യൂറോപ്പിൽ സുഖമായി വാഴുന്ന സമയത്ത് നമ്മൾ ആഫ്രിക്കയിൽ ജീവനു വേണ്ടി പിടയുകയായിരുന്നു. എന്തായിരുന്നു ആ ദുരന്തം? എങ്ങനെയാണ് നമ്മൾ, അതായത് ആധുനിക മനുഷ്യർ, ആഫ്രിക്കയുടെ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്? നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം കെട്ടിപ്പടുക്കുന്നതിന് മുൻപ് നമ്മൾ അനുഭവിച്ച ആ വലിയ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സംഭവത്തിലേക്ക് നമുക്ക് പോകാം. യൂറോപ്പിലെ മഞ്ഞുമലകളിൽ നിയാണ്ടർതാലുകൾ തങ്ങളുടെ കരുത്തുകൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ കാടുകളിൽ തീർത്തും വ്യത്യസ്തമായ ഒരു മാറ്റം സംഭവിക്കുന്നു. അവിടെ ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ആഫ്രിക്കയുടെയും മൊറോക്കോയുടെയും ഭാഗങ്ങളിൽ പുതിയൊരു മുഖം തെളിയുന്നു. നമ്മളിന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന അതേ മുഖം. പരന്ന നെറ്റി, ചെറിയ പുരികക്കൊടികൾ, താടിയലിൽ നിന്ന് താഴേക്ക് ഉന്തി നിൽക്കുന്ന ചിൻ, ഉരുണ്ട തളിയോട്ടി. അതെ, അത് നമ്മളാണ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ എറക്റ്റസിൻ്റെ പിന്മുറക്കാരാണെങ്കിലും സാപ്പിയൻസുകൾക്ക് അവരുടെ പൂർവികരുടെ അത്രയും പേശീബലമില്ല. നിയാണ്ടർതാലുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ തീർത്തും ദുർബലരാണ്. ഒരു നിയാണ്ടർതാലുമായി മൽപ്പിടുത്തം നടത്തിയാൽ സാപ്പിയൻസ് ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. നമ്മുടെ എല്ലുകൾക്ക് കട്ടി കുറവാണ്, പല്ലുകൾക്ക് വലിപ്പം കുറവാണ്. ഒറ്റനോട്ടത്തിൽ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചത് പരാജയപ്പെടാൻ വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകും. എന്നാൽ നമ്മുടെ ശക്തി പേശികളിലല്ല, മറിച്ച് തലയോട്ടിക്കുള്ളിലായിരുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗം നിയാണ്ടർതാലുകളേക്കാൾ വികസിച്ചതായിരുന്നു. ഇത് നമുക്ക് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും സങ്കീർണമായ കാര്യങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനും കഴിവ് നൽകി. നമ്മൾ കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി, 100ഓളം പേരുള്ള വലിയ സംഘങ്ങൾ. പക്ഷേ നമ്മുടെ തുടക്കം ഒട്ടും സുഖകരമായിരുന്നില്ല. ആഫ്രിക്കൻ വൻകരയിലുടനീളം നമ്മൾ വ്യാപിച്ചു തുടങ്ങിയ സമയം, ജീവിതം സാവധാനം മുന്നോട്ടു പോകുമ്പോഴാണ് പ്രകൃതിയുടെ ആ വലിയ പരീക്ഷണം വന്നെത്തുന്നത്. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. അത് സംഭവിച്ചത് ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ആഫ്രിക്കയിലെ ഒരു പ്രഭാതം പൊട്ടിവിടർന്നത് പതിവില്ലാത്ത നിറത്തിലായിരുന്നു. സൂര്യൻ ഉദിച്ചു, പക്ഷേ വെളിച്ചം കുറവായിരുന്നു. വായുവിൽ എന്തോ ഒരു പൊടിപടല. ആകാശം പതുക്കെ ചാരനിറമായി. മൃഗങ്ങൾ അസ്വസ്ഥരായി ഓടി നടന്നു. പക്ഷികൾ ചിലയ്ക്കാതെയായി. നമ്മുടെ പൂർവികർ ആകാശത്തേക്ക് നോക്കി അമ്പരന്നു. അവർക്കറിയില്ലായിരുന്നു, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഇന്നത്തെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ ഒരു രാക്ഷസൻ ഉണർന്നിട്ടുണ്ടെന്ന്. ടോബ എന്ന സൂപ്പർ വോൾക്കാനോ പൊട്ടിത്തെറിച്ചതായിരുന്നു അത്. കഴിഞ്ഞ 2 ദശലക്ഷം വർഷത്തിനിടയിൽ ഭൂമി കണ്ട ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു അത്. ആ സ്ഫോടനത്തിൻ്റെ ശബ്ദം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ വരെ കേട്ടു. പക്ഷേ ശബ്ദത്തേക്കാൾ ഭീകരമായിരുന്നു അതിനുശേഷം വന്നത്. സ്ഫോടനത്തിൽ പുറന്തള്ളപ്പെട്ട ലക്ഷക്കണക്കിന് ടൺ ചാരവും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അത് ഭൂമിയെയാകെ ഒരു പുതപ്പ് പോലെ മൂടി. സൂര്യപ്രകാശം ഭൂമിയിലെത്താതെയായി. ഭൂമി പെട്ടെന്ന് തണുത്തു. വോൾക്കാനിക് വിന്റർ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പോലും താപനില കുത്തനെ കുറഞ്ഞു. മഴ നിന്നു. സസ്യങ്ങൾ കരിഞ്ഞുണങ്ങി. പുൽമേടുകൾ മരുഭൂമികളായി മാറി. മൃഗങ്ങൾ പട്ടിണി കിടന്ന് ചത്തൊടുങ്ങി. ആഫ്രിക്കയുടെ പച്ചപ്പ് ചാരനിറത്തിനു വഴിമാറി. നമ്മുടെ പൂർവികർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൺമുന്നിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വിശന്നു മരിച്ചു വീഴുന്നത് അവർക്ക് കാണേണ്ടി വന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലില്ലാതെ അമ്മമാർ കരഞ്ഞു. വേട്ടയാടാൻ മൃഗങ്ങളില്ല. കിഴങ്ങുകൾ കിളച്ചെടുക്കാൻ മണ്ണിൽ ഈർപ്പമില്ല. ഓരോ ദിവസവും ഒരു യുദ്ധമായിരുന്നു. വിശപ്പിനോടും ദാഹത്തിനോടുമുള്ള യുദ്ധം. ഈ കാലഘട്ടത്തിൽ മനുഷ്യവംശം വംശനാശത്തിൻ്റെ വക്കിലെത്തി. ജനറ്റിക് ബോട്ടിൽനെക്ക് എന്നറിയപ്പെടുന്നു. ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ലോകത്താകെ വെറും 1000-നും 10,000-നും ഇടയിൽ മാത്രം ഹോമോസാപ്പിയൻസുകൾ അവശേഷിച്ചുവെന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ന് 800 കോടി ജനങ്ങളുള്ള നമ്മൾ അന്ന് വെറുമൊരു ചെറിയ ഗ്രാമത്തിലെ ജനസംഖ്യയിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് മറ്റൊരു വരൾച്ചയോ രോഗമോ വന്നിരുന്നെങ്കിൽ മനുഷ്യവംശം എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടേനെ.
ചരിത്രം അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ ആ 1000-ഓളം പേർ അവർ സാധാരണക്കാരല്ലായിരുന്നു. അവർ അതിജീവനത്തിൻ്റെ അസാമാന്യ പാഠങ്ങൾ പഠിച്ചവരായിരുന്നു. ഉൾനാടുകളിൽ നിന്ന് അവർ പലായനം ചെയ്യാൻ തുടങ്ങി. വെള്ളവും ഭക്ഷണവും തേടി അവർ തെക്കോട്ട് നടന്നു. അങ്ങനെ അവർ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കടൽ തീരങ്ങളിൽ എത്തിച്ചേർന്നു. അവിടെ കടലവർക്ക് പുതിയൊരു വാതിൽ തുറന്നുകൊടുത്തു. കരയിൽ ഭക്ഷണമില്ലെങ്കിലും കടലിൽ നിറയെ സമ്പത്തുണ്ടായിരുന്നു. കക്കകൾ, ഞണ്ടുകൾ, ഒച്ചുകൾ. അതുവരെ മാംസം മാത്രം കഴിച്ചിരുന്ന മനുഷ്യൻ സമുദ്രവിഭവങ്ങൾ കഴിക്കാൻ പഠിച്ചു. വേലിയിറക്ക സമയത്ത് പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് അവർ കക്കകൾ ശേഖരിച്ചു. ഇത് വലിയൊരു മാറ്റത്തിന് കാരണമായി. കടൽ വിഭവങ്ങളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഈ പുതിയ ഭക്ഷണം അവരുടെ തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമാക്കി. അതിജീവിച്ച ആ ചെറിയ കൂട്ടത്തിന് പരസ്പരം സഹകരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലായിരുന്നു. എൻ്റേത്, നിൻ്റേത് എന്ന ചിന്ത മാറി നമ്മുടേത് എന്ന ചിന്ത വന്നു. അവർ ഭക്ഷണവും അറിവും പങ്കുവച്ചു. ആയുധങ്ങളിൽ അവർ വിപ്ലവം സൃഷ്ടിച്ചു. വലിയ കല്ലുകൾക്ക് പകരം ചെറിയതും മൂർച്ചയുള്ളതുമായ മൈക്രോലിത്തുകൾ അവർ നിർമ്മിച്ചു. അമ്പും വില്ലും പോലുള്ള സങ്കീർണമായ ആയുധങ്ങൾ രൂപപ്പെട്ടു. കല്ലുകളെ ചൂടാക്കി അവയുടെ ഘടന മാറ്റി കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ അവർ പഠിച്ചു. ഏറ്റവും പ്രധാനം, അവർ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നതാണ്. ഓസ്ട്രിച്ചുകളുടെ മുട്ടത്തോട് പൊട്ടിച്ച് അതിൽ വരകൾ വരച്ചു. നിറങ്ങൾ, ഓക്കർ ഉപയോഗിച്ച് ശരീരത്തിൽ ചായം പൂശി. ഇത് വെറുമൊരു ഭംഗിക്ക് വേണ്ടിയായിരുന്നില്ല. ഇത് അവരുടെ ഐഡന്റിറ്റിയായിരുന്നു. ഞാൻ ഇന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് കാണിക്കാനുള്ള മാർഗം. ഇത് അവരെ ഒന്നിപ്പിച്ചു. ഭാഷ എന്ന ആശയവിനിമയ ഉപാധി കൂടുതൽ സങ്കീർണമായി. വർഷങ്ങൾ കടന്നുപോയി. ആകാശം തെളിഞ്ഞു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. ആഫ്രിക്ക വീണ്ടും പച്ചപ്പണിഞ്ഞു. ആ ദുരന്തത്തെ അതിജീവിച്ച ഹോമോസാപ്പിയൻസ് ഇപ്പോൾ പഴയ മനുഷ്യരല്ല. അവർ കൂടുതൽ ബുദ്ധിമാനാണ്, കൂടുതൽ കരുത്തരാണ്, കൂടുതൽ ഒത്തൊരുമയുള്ളവരാണ്. ആ അഗ്നിപരീക്ഷണത്തിൽ വെന്തുരുകി ശുദ്ധീകരിക്കപ്പെട്ട സ്വർണം പോലെയായിരുന്നു അവർ. ആ ദുരന്തം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജനസംഖ്യ പതുക്കെ കൂടാൻ തുടങ്ങി. ആഫ്രിക്ക അവർക്ക് പോരാതെ വന്നു. അവരുടെ പൂർവികരായ ഹോമോ ഇറക്ടസ് ചെയ്തതുപോലെ അവരും ചക്രവാളത്തിലേക്ക് നോക്കി. അവിടെ എന്താണ് എന്ന ചോദ്യം വീണ്ടും അവരുടെ മനസ്സിലുദിച്ചു. പക്ഷേ ഇത്തവണത്തെ യാത്ര ഇറക്ടസിൻ്റെ യാത്ര പോലെയായിരുന്നില്ല. ഇത്തവണ പോകുന്നത് വെറും മൃഗങ്ങളല്ല, മറിച്ച് സ്വപ്നം കാണാൻ കഴിവുള്ള, കഥകൾ പറയാൻ കഴിവുള്ള, ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ചിന്താശേഷിയുള്ള മനുഷ്യരാണ്. അവരുടെ കയ്യിൽ പഴയ കല്ലുകളല്ല, മറിച്ച് ഭാവന എന്ന അദൃശ്യമായ ആയുധവുമുണ്ട്. അവർ വടക്കോട്ട് നടന്നു. ആഫ്രിക്കയുടെ കവാടം കടന്ന് അവർ പുറം ലോകത്തേക്ക് കാൽവെച്ചു. പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് ഒഴിഞ്ഞ സ്ഥലങ്ങളല്ലായിരുന്നു. അവിടെ നേരത്തെ തന്നെ അവകാശികളുണ്ടായിരുന്നു. യൂറോപ്പിൽ കരുത്തരായ നിയാണ്ടർഥാലുകളും ഏഷ്യയിൽ ഡെനിസോവന്മാരും. ഹോമോസാപ്പിയൻസ് എന്ന ഈ പുതിയ അതിഥികൾ യൂറോപ്പിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശാരീരികമായി നമ്മളെക്കാൾ എത്രയോ മടങ്ങ് കരുത്തരായ നിയാണ്ടർഥാലുകളുമായി മുഖാമുഖം വരുമ്പോൾ ആരായിരിക്കും ജയിക്കുക? അവിടെയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നത്. ആ കൂട്ടിക്കാഴ്ച വെറുമൊരു യുദ്ധമായിരുന്നില്ല, അതൊരു സാംസ്കാരിക കൈമാറ്റം കൂടിയായിരുന്നു. പക്ഷേ അതിനു മുൻപ് ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ പൂർവികർക്ക് ലോകം കീഴടക്കാൻ സഹായിച്ച ഏറ്റവും വലിയ കഴിവെന്തായിരുന്നു എന്നറിയണ്ടേ? സിംഹത്തേക്കാൾ വേഗതയില്ലാത്ത, ആനയേക്കാൾ കരുത്തില്ലാത്ത മനുഷ്യൻ എങ്ങനെ ഈ ലോകത്തിൻ്റെ അധിപനായി? അതിനുത്തരം ഒന്നേയുള്ളൂ: നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. വെറും ശബ്ദങ്ങളല്ല, അർത്ഥമുള്ള വാക്കുകൾ, കഥകൾ, നുണകൾ പോലും പറയാൻ കഴിവുള്ള ഭാഷ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ്. ലോകം മാറ്റിമറിച്ച, മനുഷ്യനെ ദൈവതുല്യനാക്കിയ ആ കഴിവ്, ഭാഷ. അതെങ്ങനെയാണുണ്ടായത്? എന്താണ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ? ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സായാഹ്നം ആഫ്രിക്കയിലെ ഒരു ഗുഹയുടെ മുൻപിൽ തീയിനു ചുറ്റും നമ്മുടെ പൂർവികർ ഇരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിയാൽ വലിയ മാറ്റമൊന്നും കാണാനില്ല. ഹോമോ ഇറക്ടസിനെ പോലെയോ അല്ലെങ്കിൽ ആദ്യകാല സാപ്പിയൻസിനെ പോലെയോ ഒക്കെ തന്നെയാണ് ഇവരും. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വ്യത്യാസം കാണാം. അവർ വെറുതെ ഇരിക്കുകയല്ല,
അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് കൂട്ടച്ചിരികൾ ഉയരുന്നു. അവിടെ എന്തോ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതെ, അവിടെ കഥകൾ ജനിക്കുകയാണ്. ശാരീരികമായി നോക്കിയാൽ ഹോമോസാപ്പിയൻസ് അത്ര വലിയ കേമന്മാരൊന്നുമല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ചിമ്പാൻസിയുമായി ഗുസ്തി പിടിച്ചാൽ മനുഷ്യൻ തോറ്റുപോകും. ഒരു നിയാൻഡർത്താലുമായി ഏറ്റുമുട്ടിയാൽ എല്ലുകൾ നുറുങ്ങിപ്പോകും. എന്നിട്ടും എങ്ങനെയാണ് ഈ ദുർബലരായ മനുഷ്യർ ലോകം കീഴടക്കിയത്? എങ്ങനെയാണ് നമ്മൾ ആനകളെയും മാമത്തുകളെയും വേട്ടയാടിയത്? ഇതിൻ്റെ ഉത്തരം നമ്മുടെ പേശികളിലല്ല, മറിച്ച് നമ്മുടെ തൊണ്ടയിലാണിരിക്കുന്നത്. ഭാഷ. മൃഗങ്ങൾക്കും ഭാഷയുണ്ട്. ഒരു കുരങ്ങന് സൂക്ഷിക്കുക, അവിടെ ഒരു സിംഹമുണ്ട് എന്നലറാൻ കഴിയും. അത് കേൾക്കുമ്പോൾ മറ്റു കുരങ്ങുകൾ മരത്തിൽ കയറി രക്ഷപ്പെടും. പക്ഷെ മനുഷ്യൻ്റെ ഭാഷ അതിനേക്കാൾ എത്രയോ മടങ്ങ് സങ്കീർണവും മനോഹരവുമാണ്. മനുഷ്യന് പറയാൻ കഴിയും, കേട്ടോ, ഇന്നു രാവിലെ നദീതീരത്ത് വെച്ച് ഞാൻ ആ സിംഹത്തെ കണ്ടു. അത് മുടന്തുന്നുണ്ടായിരുന്നു. നാളെ നമ്മൾ അങ്ങോട്ട് പോയി വലതുവശത്തുകൂടി വളഞ്ഞ് അതിനെ കുടുക്കി പിടിക്കാം. നോക്കൂ, ഇവിടെ എത്ര വലിയ വ്യത്യാസമാണുള്ളത്. കുരങ്ങൻ്റെ ഭാഷ വർത്തമാനകാലത്തെ കാര്യങ്ങൾ, പ്രസന്റ്, മാത്രമേ പറയൂ. അപകടം, ഭക്ഷണം എന്നിങ്ങനെ. എന്നാൽ മനുഷ്യൻ്റെ ഭാഷയ്ക്ക് ഭൂതകാലത്തെക്കുറിച്ചും വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചും സംസാരിക്കാൻ കഴിയും. ഇത് നമ്മളെ പ്ലാൻ ചെയ്യാൻ പഠിപ്പിച്ചു. പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായിച്ചു. 100 പേർ ചേർന്ന് ഒരു മാമത്തിനെ എങ്ങനെ വീഴ്ത്താമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ഈ ഭാഷ സഹായിച്ചു. പക്ഷേ ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ എന്തിനാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ട്. അതിലേറ്റവും രസകരമായത് ഗോസിപ്പ് തിയറി അഥവാ പരദൂഷണം പറയലാണ്. ചിരിക്കണ്ട, ഇത് സത്യമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. 50 or 100 പേരുള്ള ഒരു കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കരുത് എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. അവൻ കള്ളനാണ്, അവൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണ്, അവർ തമ്മിൽ വഴക്കാണ്. ഇങ്ങനെയുള്ള വിവരങ്ങൾ കൈമാറാൻ ഭാഷ കൂടിയേ തീരൂ. ഈ പരദൂഷണമാണ് മനുഷ്യ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തിയത്. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷേ പരസ്പരം അറിയാത്ത 100 പേരെ ഒരുമിച്ച് നിർത്താൻ ഈ സംസാരം സഹായിച്ചു. ആരാർക്ക് ഭക്ഷണം കൊടുക്കും, ആരെ സഹായിക്കും എന്നൊക്കെയുള്ള സാമൂഹിക നിയമങ്ങൾ അങ്ങനെയുണ്ടായി. എന്നാൽ ചരിത്രകാരനായ യുവൽ നോവ ഹരാരി പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് ഇതൊന്നുമല്ല. അത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവാണ്. ദ എബിലിറ്റി ടു ടോക്ക് അബൌട്ട് ഫിക്ഷൻ. ഇതിനെയാണ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ അഥവാ വിജ്ഞാന വിപ്ലവം എന്ന് വിളിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു കുരങ്ങനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നീ നിന്റെ കയ്യിലുള്ള പഴം എനിക്ക് തന്നാൽ മരണം ശേഷം നിനക്ക് സ്വർഗത്തിൽ ഇഷ്ടം പോലെ പഴങ്ങൾ കിട്ടും എന്ന്? ഒരിക്കലുമില്ല. കുരങ്ങൻ അത് വിശ്വസിക്കില്ല. കാരണം സ്വർഗമെന്നൊന്ന് അവന് കാണാൻ കഴിയില്ല. കാണാത്ത കാര്യങ്ങളിൽ മൃഗങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ മനുഷ്യനോ? മനുഷ്യനത് വിശ്വസിക്കും. ദൈവങ്ങൾ, ആത്മാക്കൾ, സ്വർഗം, നരകം, ഗോത്രങ്ങൾ, നിയമങ്ങൾ, പണം, മനുഷ്യാവകാശം, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കഥകളാണ്. പ്രകൃതിയിൽ പണമെന്നൊന്നില്ല, അത് വെറും കടലാസാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇതിന് മൂല്യമുണ്ട് എന്ന കഥ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ കഥകൾ വിശ്വസിക്കാൻ തുടങ്ങിയതോടെ അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുവരെ പരമാവധി 150 പേർക്ക് മാത്രമേ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാവരെയും നേരിട്ടറിയണമായിരുന്നു. എന്നാൽ ഒരു ഗോത്രത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കഥ വിശ്വസിക്കാൻ തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് വിശ്വസിക്കുന്ന 2 അപരിചിതർക്ക് യുദ്ധത്തിൽ ഒരുമിച്ചു നിൽക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ കലയെ സ്നേഹിച്ചു തുടങ്ങിയത്. ജർമ്മനിയിലെ ഹോളൻസ്റ്റൈൻ സ്റ്റാഡൽ ഗുഹയിൽ നിന്ന് ലഭിച്ച ഒരു പ്രതിമയുണ്ട്. ലയൺ മാൻ, ലേവൻമെൻഷ് ഫിഗറീൻ. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഒരു രൂപം. പ്രകൃതിയിൽ അങ്ങനെയൊരു ജീവിയില്ല. അതാ മനുഷ്യൻ്റെ ഭാവനയിൽ മാത്രം വിരിഞ്ഞ ഒന്നാണ്. ഇതാണ് മനുഷ്യചരിത്രത്തിലെ ഭാവനയുടെ ആദ്യത്തെ തെളിവ്. കല വെറുമൊരു വിനോദമായിരുന്നില്ല, അതവരുടെ വിശ്വാസങ്ങളുടെയും കഥകളുടെയും ആവിഷ്കാരമായിരുന്നു. ഭാവന വളർന്നതോടെ സാങ്കേതിക വിദ്യയും വളർന്നു. വെറും കല്ലുകൾക്ക് പകരം അവർ എല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലുകൾ കൊണ്ട് സൂചികളുണ്ടാക്കി. തണുപ്പിനെ തടുക്കാൻ മൃഗത്തോലുകൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങളുണ്ടാക്കി. അതുവരെ നഗ്നരായി നടന്ന മനുഷ്യർ വസ്ത്രം ധരിക്കുന്നവരായി മാറി. എല്ലുകൾ കൊണ്ട് ചൂണ്ടക്കൊളുത്തുകൾ ഉണ്ടാക്കി മീൻ പിടിച്ചു. എണ്ണവിളക്കുകൾ കണ്ടുപിടിച്ചു. ഗുഹകളുടെ ഇരുണ്ട ഉള്ളറകളിൽ വെളിച്ചമെത്തിച്ചു. ആ വെളിച്ചത്തിലിരുന്ന് അവർ ഗുഹാചിത്രങ്ങൾ വരച്ചു. കാട്ടുപോത്തുകളും കുതിരകളും അവരുടെ വരകളിൽ ജീവൻ വെച്ചു. അവർ
തോണികൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് നിസ്സാര കാര്യമല്ല. കരയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത ദൂരത്തേക്ക് കടലിലൂടെ യാത്ര ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചു. അങ്ങനെയാണ് അവർ ഓസ്ട്രേലിയ എന്ന വൻകരയിൽ എത്തിച്ചേർന്നത്. അതുവരെ ഒരു മനുഷ്യനും കാലുകുത്താത്ത, ദിനോസറുകളെ ഓർമ്മിപ്പിക്കുന്ന ഭീമൻ പല്ലികളും കങ്കാരുക്കളും വാഴുന്ന ഓസ്ട്രേലിയയിൽ ഹോമോസാപ്പിയൻസ് എത്തി. അവിടെ അവർ കണ്ടത് ഒരു വിചിത്രമായ ലോകമായിരുന്നു. പക്ഷേ കയ്യിൽ തീയും കുന്തവും പിന്നെ ഒത്തൊരുമ എന്ന ആയുധവുമുള്ള മനുഷ്യന്റെ മുൻപിൽ ആ ഭീമൻ ജീവികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഈ സമയത്താണ് വ്യാപാരം ആരംഭിക്കുന്നത്. ഒരു പ്രദേശത്ത് കിട്ടുന്ന അപൂർവമായ കക്കയോ കല്ലുകളോ കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു കൂട്ടർക്ക് കൊടുത്ത് പകരം അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഇത് ആശയങ്ങൾ കൈമാറാനും സഹായിച്ചു. ഹോമോസാപ്പിയൻസിന്റെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ പ്രകൃതിയെ നിരീക്ഷിച്ചു, ഋതുക്കൾ മാറുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കി, മൃഗങ്ങളുടെ ദേശാടന വഴികൾ പഠിച്ചു, ഏത് ചെടിയാണ് വിഷം, ഏതാണ് മരുന്ന് എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ അറിവുകൾക്കും കഥകൾക്കുമിടയിലും വലിയൊരു ചോദ്യം ബാക്കി നിന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്? അല്ല, വടക്ക് മഞ്ഞുമൂടിയ യൂറോപ്പിലും ഏഷ്യയിലും അവരുടെ കസിൻസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിയാണ്ടർതാലുകളും ഡെനിസോവന്മാരും, പണ്ട് ആഫ്രിക്ക വിട്ടുപോയ ഇറക്ടസിന്റെ പിന്മുറക്കാർ. ഇത്തവണ ഹോമോസാപ്പിയൻസ് ആഫ്രിക്ക വിട്ടു പുറത്തേക്ക് വരുന്നത് വെറും കയ്യോടെയല്ല. അവരുടെ തലയിൽ നിറയെ തന്ത്രങ്ങളുണ്ട്, മനസ്സിൽ നിറയെ കഥകളുണ്ട്, നാവിൽ നിറയെ ഭാഷയുണ്ട്, കയ്യിൽ അത്യാധുനിക ആയുധങ്ങളുണ്ട്. ഏകദേശം 45,000 വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്ക് പ്രവേശിച്ചു. അവിടെ അവരെ കാത്തിരുന്നത് കൊടും തണുപ്പും കരുത്തരായ നിയാണ്ടർതാലുകളുമാണ്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച, 2 മനുഷ്യവർഗങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ. എന്താണ് അവിടെ സംഭവിച്ചത്? അതൊരു യുദ്ധമായിരുന്നു, അതോ പ്രണയമായിരുന്നു? നമ്മൾ നിയാണ്ടർതാലുകളെ കൊന്നൊടുക്കിയതാണോ, അതോ അവർ നമ്മളിൽ അലിഞ്ഞു ചേർന്നതാണോ? ആ വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ സമയമായി. ബന്ധുക്കൾ തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയുടെയും അതിനുശേഷം സംഭവിച്ച ലോകത്തിന്റെ മാറ്റത്തിന്റെയും കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഭാവനയുടെ ചിറകിലേറി നമുക്ക് ആ പഴയ യൂറോപ്പിലേക്ക് പോകാം. അവിടെ മഞ്ഞിൽ പുതഞ്ഞ ഗുഹകളിൽ നമ്മുടെ പൂർവികർ അവരുടെ വിധിയെ നേരിടാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ്. യൂറോപ്പിലെ മഞ്ഞു വീഴുന്ന മലനിരകൾ, തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന സമയം. ഏകദേശം 45,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്നെത്തിയ നമ്മുടെ പൂർവികർ, അതായത് ഹോമോസാപ്പിയൻസുകൾ, അപരിചിതമായ ഈ ഭൂപ്രദേശത്ത് കാലുകുത്തുന്നു. അവർക്ക് ചുറ്റുമെല്ലാം പുതിയതാണ്, മരങ്ങൾ, മൃഗങ്ങൾ, കാലാവസ്ഥ എല്ലാം. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം അതൊന്നുമല്ലായിരുന്നു. ഒരു ദിവസം മഞ്ഞിൽ പതിഞ്ഞ വലിയ ചില കാൽപ്പാടുകൾ അവർ കാണുന്നു. അത് തങ്ങളുടേതല്ല എന്നവർക്കുറപ്പാണ്. ആ കാൽപ്പാടുകൾ പിന്തുടർന്നു ചെന്ന് അവർ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഗുഹയുടെ ഇരുളിൽ നിന്ന് തങ്ങളെപ്പോലെ തോന്നിക്കുന്ന എന്നാൽ തങ്ങളല്ലാത്ത രൂപങ്ങൾ. നീളമുള്ള മുടിയും തടിച്ച ശരീരവും വലിയ മൂക്കുമുള്ള മനുഷ്യർ. അതെ, നിയാണ്ടർതാലുകൾ. ലക്ഷക്കണക്കിന് വർഷങ്ങളായി യൂറോപ്പിൻ്റെ തണുപ്പിൽ ഒറ്റയ്ക്ക് ഭരിച്ചിരുന്നവർ. ഇതൊരു സിനിമാ കഥയിലെ രംഗം പോലെ തോന്നാം. 2 വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്നുള്ള ജീവികൾ കണ്ടുമുട്ടുന്നത് പോലെ. സാപ്പിയൻസുകൾ ഉയരം കൂടിയവരും മെലിഞ്ഞവരും ഇരുണ്ട നിറമുള്ളവരുമാണ്. നിയാണ്ടർതാലുകൾ കുറിയവരും വല്ലാതെ പേശീബലമുള്ളവരും ഒരുപക്ഷെ വിളറിയ നിറമുള്ളവരുമാണ്. ഇവർ തമ്മിൽ കണ്ണോട് കണ്ണു നോക്കിയ ആ നിമിഷം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു. എന്തായിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക? അവർ കൈകൊടുത്ത് പിരിഞ്ഞോ, അതോ യുദ്ധം തുടങ്ങിയോ? ഇതിനുള്ള ഉത്തരം നമ്മുടെ രക്തത്തിൽ തന്നെയുണ്ട്. ഇന്ന് ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ, അത് യൂറോപ്പിലായാലും ഏഷ്യയിലായാലും എന്തിന് ഇന്ത്യയിലായാലും, ഏകദേശം 1 മുതൽ 2% വരെ നിയാണ്ടർതാൽ DNA അടങ്ങിയിട്ടുണ്ട്. ഇതിനർത്ഥം നമ്മുടെ പൂർവികർ നിയാണ്ടർതാലുകളുമായി വെറുതെ യുദ്ധം ചെയ്യുക മാത്രമല്ല, അവരുമായി പ്രണയത്തിലാവുകയും ഇണചേരുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. നമ്മൾ അവരുടെ പിന്മുറക്കാർ കൂടിയാണ്. പക്ഷേ ഈ സ്നേഹം അധികകാലം നീണ്ടുനിന്നില്ല. സാപ്പിയൻസുകളെത്തി ഏകദേശം 5000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിയാണ്ടർതാലുകൾ എന്നേക്കുമായി അപ്രത്യക്ഷമായി. എന്താണ് അവർക്ക് സംഭവിച്ചത്? കരുത്തിൽ നമ്മളെക്കാൾ എത്രയോ മുമ്പിലായിരുന്ന അവർ എങ്ങനെ തോറ്റുപോയി?
ഇവിടെയാണ് സാപ്പിയൻസിൻ്റെ ബുദ്ധി എന്ന ആയുധം പ്രവർത്തിച്ചത്. നിയാൻഡർതാലുകൾക്ക് വലിയ ശരീരമുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഊർജം കൂടുതലായി വേണമായിരുന്നു. ഒരു നിയാൻഡർതാലിന് ജീവിക്കാൻ ദിവസം ഏകദേശം 4000 മുതൽ 5000 കലോറി വരെ ഭക്ഷണം വേണം. എന്നാൽ സാപ്പിയൻസിന് അതിലും കുറവ് മതി. മഞ്ഞുകാലം കടുക്കുമ്പോൾ, മൃഗങ്ങൾ കുറയുമ്പോൾ കുറച്ചു ഭക്ഷണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാപ്പിയൻസിന് കഴിഞ്ഞു. നിയാൻഡർതാലുകൾ പട്ടിണിയിലായി. മാത്രമല്ല, സാപ്പിയൻസിൻ്റെ കയ്യിൽ പുതിയൊരു സാങ്കേതിക വിദ്യയുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സൂചി, മൃഗങ്ങളുടെ എല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ സൂചികൾ. ഇത് വെറുമൊരു ചെറിയ കണ്ടുപിടുത്തമായി തോന്നാം, പക്ഷേ തണുപ്പത്ത് ഇത് ജീവൻ രക്ഷിക്കുന്ന ഒന്നായിരുന്നു. നിയാൻഡർതാലുകൾ മൃഗത്തോൽ വെറുതെ പുതയ്ക്കുകയായിരുന്നു പതിവ്. എന്നാൽ സാപ്പിയൻസുകൾ തോലുകൾ തുന്നിച്ചേർത്ത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന, ചൂട് ഒട്ടും പുറത്തു പോകാത്ത വസ്ത്രങ്ങൾ, തെർമൽ ക്ലോതിംഗ് ഉണ്ടാക്കി. കൊടും തണുപ്പിൽ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ഇത് സാപ്പിയൻസിന് വലിയ മുൻതൂക്കം നൽകി. പിന്നെ ആയുധങ്ങൾ. നിയാൻഡർതാലുകൾ മൃഗങ്ങളുടെ അടുത്തേക്ക് ചെന്ന് കുന്തം കൊണ്ട് കുത്തുകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് അപകടമാണ്. എന്നാൽ സാപ്പിയൻസുകൾ സ്പിയർ ത്രോവർ അഥവാ അറ്റ്ലാറ്റിൽ എന്നൊരു ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുപയോഗിച്ച് വളരെ ദൂരത്ത് നിന്ന് സുരക്ഷിതമായി നിന്ന് ശക്തിയായി കുന്തമെറിയാൻ കഴിയും. ഒരു മാമത്തിനെ കൊല്ലാൻ അതിൻ്റെ കൊമ്പിന് മുന്നിൽ പോയി നിൽക്കേണ്ട ആവശ്യം സാപ്പിയൻസിനില്ലായിരുന്നു. പക്ഷേ സാപ്പിയൻസിൻ്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ സോഷ്യൽ നെറ്റ്വർക്കായിരുന്നു. നിയാൻഡർതാലുകൾ ചെറിയ കൂട്ടങ്ങളായി 10-20 പേർ ഒരിടത്ത് തന്നെ ജീവിച്ചു. അവർക്ക് അയൽപ്പട്ടത്തെ കൂട്ടങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ സാപ്പിയൻസുകൾ അങ്ങനെയല്ല. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മറ്റ് സാപ്പിയൻസ് ഗോത്രങ്ങളുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ആപത്തു വരുമ്പോൾ സഹായിക്കാൻ ആളുണ്ടാകും. ക്ഷാമം വരുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണമെത്തും. വിവരം കൈമാറാൻ അവർക്ക് ഭാഷയുണ്ടായിരുന്നു. അപ്പുറത്തെ മലയുടെ മുകളിൽ മാൻകൂട്ടങ്ങളുണ്ട് എന്ന വിവരം ഒരു സാപ്പിയൻസ് ഗോത്രം മറ്റൊരു ഗോത്രത്തിന് കൈമാറും. നിയാൻഡർതാലുകൾക്ക് ഈ ആശയവിനിമയം സാധ്യമല്ലായിരുന്നു. സാപ്പിയൻസുകൾ ഒരു വലിയ സൈന്യം പോലെ പ്രവർത്തിച്ചു, നിയാൻഡർതാലുകൾ ഒറ്റപ്പെട്ട പോരാളികളെപ്പോലെയും. പതുക്കെ പതുക്കെ നിയാൻഡർതാലുകൾ പിൻവാങ്ങാൻ തുടങ്ങി. നല്ല ഗുഹകളും വേട്ടയാടാൻ പറ്റിയ സ്ഥലങ്ങളും സാപ്പിയൻസുകൾ കൈയടക്കി. നിയാൻഡർതാലുകൾ മലമുകളിലേക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കും ഒതുങ്ങി. അവരുടെ ജനസംഖ്യ കുറഞ്ഞു. കൂടാതെ സാപ്പിയൻസുകൾ കൊണ്ടുവന്ന പുതിയ രോഗങ്ങൾ നിയാൻഡർതാലുകൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ സ്പെയിനിലെ ജിബ്രാൾട്ടർ പാറക്കെട്ടുകളിലെ ഗുഹകളിൽ അവസാനത്തെ നിയാൻഡർതാൽ മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ടുണ്ടാകും. ആയിരക്കണക്കിന് വർഷം തങ്ങൾ വാഴുന്ന ഈ ഭൂമി മെലിഞ്ഞ ശരീരമുള്ള ആ പുതിയ മനുഷ്യർക്ക് വിട്ടുകൊടുത്ത് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അവർ മാഞ്ഞുപോയി. അതൊരു വംശഹത്യയായിരുന്നോ അതോ സ്വാഭാവികമായ വംശനാശമായിരുന്നോ എന്ന് ഇന്നും തർക്കവിഷയമാണ്. എന്തായാലും അതോടെ ഭൂമിയിൽ മനുഷ്യൻ എന്ന് വിളിക്കാൻ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതേ സമയം തന്നെ കിഴക്കൻ ഏഷ്യയിൽ നിയാൻഡർതാലുകളുടെ ബന്ധുക്കളായ ഡെനിസോവന്മാരും സമാനമായ വിധി നേരിട്ടു. അവരും സാപ്പിയൻസുകളുമായി ഇണചേർന്നു, പിന്നെ അപ്രത്യക്ഷമായി. ഇന്നും ടിബറ്റിലും മറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് ഉയരങ്ങളിൽ ജീവിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ജീനുകൾ ലഭിച്ചത് ഈ ഡെനിസോവന്മാരിൽ നിന്നാണ്. തങ്ങളുടെ എതിരാളികൾ ഇല്ലാതായതോടെ സാപ്പിയൻസുകൾക്ക് ഭൂമി മുഴുവൻ സ്വന്തമായി. അവർ ആവേശത്തോടെ യാത്ര തുടർന്നു. തണുത്തുറഞ്ഞ സൈബീരിയ കടന്ന് അവർ വടക്കേ അമേരിക്കയിലേക്ക് പ്രവേശിച്ചു. അന്ന് ഏഷ്യയും അമേരിക്കയും തമ്മിൽ മഞ്ഞുകൊണ്ട് ബന്ധിപ്പിച്ചിരുന്നു ബെറിംഗ് ലാൻഡ് ബ്രിഡ്ജ്. ഈ പാലത്തിലൂടെ അവർ പുതിയൊരു വൻകരയിലേക്ക് നടന്നു. അമേരിക്കയിൽ അവർ കണ്ടത് അത്ഭുത ലോകമാണ്. ഭീമൻ സ്ലോത്തുകൾ, വാളോന്തൻ പൂച്ചകൾ, കൂറ്റൻ മാമത്തുകൾ. പക്ഷെ മനുഷ്യൻ്റെ വേട്ടയാടൊരു ശേഷിക്ക് മുൻപിൽ അവയൊന്നും നിലനിന്നില്ല. മനുഷ്യൻ പുതിയ ഭൂഖണ്ഡങ്ങളിൽ എത്തിത്തുടങ്ങിയ കാലത്തോടടുത്ത് പല വമ്പൻ മൃഗങ്ങളും അപ്രത്യക്ഷമായി. ഓസ്ട്രേലിയയിൽ ഭീമൻ കങ്കാരുക്കളും അമേരിക്കയിൽ മാമത്തുകളും ഇല്ലാതായി. എന്നാൽ ഈ വംശനാശത്തിന് മനുഷ്യരുടെ വേട്ട മാത്രം കാരണമല്ല. കാലാവസ്ഥാമാറ്റവും വലിയ പങ്കുവഹിച്ചിരിക്കാമെന്ന് ഇന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. നമ്മൾ വെറും ഇരകളല്ല, മറിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ വേട്ടക്കാരാണെന്ന് സാപ്പിയൻസ് തെളിയിച്ചു. അന്റാർട്ടിക്ക ഒഴികെ ബാക്കി എല്ലാ വൻകരകളിലും മനുഷ്യൻ ആധിപത്യം സ്ഥാപിച്ചു. ഗുഹകളിൽ നിന്ന് അവർ പുറത്തിറങ്ങി. നദീതീരങ്ങളിൽ കൂടാരങ്ങൾ അടിച്ചു. ഇവിടെ ഒരു രസകരമായ കാര്യം കൂടി പറയണം. സാപ്പിയൻസുകൾ ഈ ലോകം കീഴടക്കുമ്പോൾ അവർ ഒറ്റയ്ക്കായിരുന്നില്ല. അവരുടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു.
കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ചെന്നായ. എപ്പോഴോ മനുഷ്യൻ ഉപേക്ഷിച്ച എല്ലിൻ കഷ്ണങ്ങൾ തിന്നാൻ വന്ന ചെന്നായ മനുഷ്യനുമായി അടുത്തു. മനുഷ്യൻ അതിനെ ഓടിച്ചില്ല, പകരം അതിന് ഭക്ഷണം കൊടുത്തു. പതുക്കെ ചെന്നായ മനുഷ്യൻ്റെ കാവൽക്കാരനായി, വേട്ടയാടാൻ സഹായിയായി. അങ്ങനെ വന്യമായ ചെന്നായ സ്നേഹമുള്ള നായയായി മാറി, മനുഷ്യൻ മെരുക്കിയ ആദ്യത്തെ മൃഗം. ഈ കൂട്ടുകെട്ട് മനുഷ്യൻ്റെ ജൈത്രയാത്രയെ കൂടുതൽ എളുപ്പമാക്കി. ലോകം മുഴുവൻ സാപ്പിയൻസിൻ്റെ കാൽക്കീഴിലായി. പക്ഷെ ഒരു പ്രശ്നം ബാക്കിയുണ്ടായിരുന്നു. അവർ ഇപ്പോഴും അലഞ്ഞു തിരിയുന്നവരാണ്. ഭക്ഷണം തേടി കിലോമീറ്ററുകൾ നടക്കണം. വേട്ടയാടാൻ മൃഗങ്ങൾ കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കണം. പ്രകൃതി കനിയുന്നതിനനുസരിച്ചു മാത്രം ജീവിക്കുന്നവർ. ഈ അലച്ചിൽ എപ്പോഴാണ് അവസാനിക്കുക? എപ്പോഴാണ് മനുഷ്യൻ ഇനി നടക്കാൻ വയ്യ, നമുക്കിവിടെ വീട് വയ്ക്കാം എന്ന് തീരുമാനിക്കുന്നത്? അവിടെയാണ് മനുഷ്യചരിത്രത്തിലെ അടുത്ത വിപ്ലവം സംഭവിക്കുന്നത്. വേട്ടക്കാരനിൽ നിന്ന് കർഷകനിലേക്കുള്ള മാറ്റം, അഗ്രികൾച്ചറൽ റവല്യൂഷൻ. പ്രകൃതി നൽകുന്നത് കാത്തു നിൽക്കാതെ പ്രകൃതിയിൽ നിന്ന് വേണ്ടത് പിടിച്ചുവാങ്ങാൻ മനുഷ്യൻ തീരുമാനിക്കുന്ന സമയം. പുല്ലുകൾക്കിടയിൽ നിന്ന് കിട്ടിയ ചില വിത്തുകൾ, ആ വിത്തുകൾ മനുഷ്യൻ്റെ വിധിയെ മാത്രമല്ല, ഭൂമിയുടെ തന്നെ മുഖച്ഛായ മാറ്റാൻ പോവുകയാണ്. നദീതീരങ്ങളിൽ വലിയ സംസ്കാരങ്ങൾ ഉയരാൻ പോവുകയാണ്. അലഞ്ഞുതിരിയുന്ന മനുഷ്യൻ ഗ്രാമങ്ങളും നഗരങ്ങളും കെട്ടിപ്പടുക്കുകയാണ്. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപ് ലോകം വീണ്ടും മാറുകയാണ്. ഹിമയുഗത്തിൻ്റെ കൊടും തണുപ്പ് മാറി അന്തരീക്ഷം ചൂടാകാൻ തുടങ്ങി. മഞ്ഞുമലകൾ ഉരുകി നദികളായി ഒഴുകി. സമുദ്രനിരപ്പ് ഉയർന്നു. ഭൂമി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു. ഈ മാറ്റം മനുഷ്യൻ്റെ ജീവിതത്തിലും വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തി. അതുവരെ അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരിടത്ത് നിൽക്കാൻ തീരുമാനിക്കുന്നു. വേട്ടയാടൽ എളുപ്പമായിരുന്നില്ല. ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടില്ല. കുട്ടികൾ പട്ടിണി കിടക്കും. സ്ഥിരമായ ഒരിടമില്ലാത്തതുകൊണ്ട് പ്രായമായവരെയും രോഗികളെയും കൂടെ കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ അനിശ്ചിതത്വത്തിന് ഒരവസാനം വേണമെന്നവർ ആഗ്രഹിച്ചു കാണും. അപ്പോഴാണ് അവർ ആ അത്ഭുതം ശ്രദ്ധിക്കുന്നത്. തങ്ങൾ കഴിച്ചു വലിച്ചെറിഞ്ഞ വിത്തുകൾ മണ്ണിൽ വീണ് മുഴയ്ക്കുന്നു. മഴ പെയ്യുമ്പോൾ അത് വളരുന്നു. അതിൽ നിറയെ കതിരുകളുണ്ടാകുന്നു. ഇതൊരു മാജിക് ആണെന്ന് അവർക്ക് തോന്നി. കാട്ടിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ഭക്ഷണം തേടുന്നതിന് പകരം നമുക്ക് ഈ വിത്തുകൾ വീടിന് മുറ്റത്ത് നട്ടാലോ എന്ന ചിന്ത. അതായിരുന്നു കൃഷിയുടെ തുടക്കം. ഗോതമ്പും ബാർലിയും പോലുള്ള ധാന്യങ്ങൾ അവർ നട്ടുവളർത്താൻ തുടങ്ങി. ഫെർട്ടൈൽ ക്രസന്റ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലാണ് ഇതാദ്യം തുടങ്ങിയത്. പക്ഷേ ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യനാണോ ഗോതമ്പിനെ മെരുക്കിയത്, അതോ ഗോതമ്പാണോ മനുഷ്യനെ മെരുക്കിയത്? സത്യത്തിൽ ഗോതമ്പാണ് മനുഷ്യനെ മെരുക്കിയത് എന്ന് പറയേണ്ടി വരും. കാരണം അതുവരെ സ്വതന്ത്രമായി നടന്ന മനുഷ്യൻ പെട്ടെന്നൊരു ചെടിയുടെ അടിമയായി മാറി. ചിന്തിച്ചു നോക്കൂ, വേട്ടക്കാരനായിരുന്നപ്പോൾ അവർക്കിഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാം, വേട്ടയാടാം, വിശ്രമിക്കാം. എന്നാൽ കർഷകനായപ്പോൾ ജീവിതം മാറി. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കണം, നിലമുഴുതണം, വിത്ത് വിതയ്ക്കണം, കള പറിക്കണം, വെള്ളം കോരണം, വെയില് ചായും വരെ പണിയെടുക്കണം. ഗോതമ്പിന് ദാഹിച്ചാൽ മനുഷ്യൻ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഗോതമ്പിന് വിശന്നാൽ വളമിടണം. ഗോതമ്പിന് അസുഖം വന്നാൽ മരുന്ന് നൽകണം. ചുരുക്കത്തിൽ മനുഷ്യന്റെ ജീവിതം ആ ചെടിയെ ചുറ്റിപ്പറ്റിയായി. ഇത് മനുഷ്യന്റെ ശരീരത്തിലും മാറ്റങ്ങൾ വരുത്തി. വേട്ടയാടി നടന്നപ്പോൾ അവർക്ക് നല്ല ഉയരവും ആരോഗ്യവും ഉണ്ടായിരുന്നു. എന്നാൽ കൃഷി തുടങ്ങിയതോടെ നട്ടെല്ലിന് വളവ് വന്നു, മുട്ടുവേദന വന്നു, ഡിസ്ക് തേയ്മാനം സംഭവിച്ചു. പണ്ട് മാംസവും പഴങ്ങളും കഴിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന പോഷകങ്ങൾ വെറും ധാന്യങ്ങൾ മാത്രം കഴിച്ചപ്പോൾ കുറഞ്ഞു. പല്ലുകളിൽ പോടുവരാൻ തുടങ്ങി. മനുഷ്യന്റെ ശരാശരി ഉയരം കുറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ കൃഷി ഉപേക്ഷിച്ചില്ല? കാരണം കൃഷി നൽകിയ സുരക്ഷിതത്വം. വേട്ടയാടുമ്പോൾ 10 പേർക്ക് കഴിക്കാൻ മാത്രമേ കിട്ടൂവെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ 100 പേർക്കുള്ള ഭക്ഷണം ഒരേ സമയമുണ്ടാക്കാം. ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാം. അടുത്ത വർഷത്തേക്ക് വിത്തുകൾ മാറ്റിവെക്കാം. ഈ മിച്ചം വന്ന ഭക്ഷണം ജനസംഖ്യ കൂടാൻ കാരണമായി. അങ്ങനെ അലഞ്ഞുതിരിയുന്ന ചെറിയ സംഘങ്ങൾ വലിയ ഗ്രാമങ്ങളായി മാറി. വീടുകളുണ്ടായി. കല്ലും മണ്ണും കൊണ്ട് അവർ സുരക്ഷിതമായ പാർപ്പിടങ്ങളുണ്ടാക്കി. ജെറിക്കോ, കാറ്റൽ ഹൊയൂക്ക് തുടങ്ങിയ ആദിമ നഗരങ്ങൾ ഉയർന്നു വന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർത്തു. മൃഗങ്ങളെ മെരിക്കലും ഇതോടൊപ്പം നടന്നു. നായ നേരത്തെ തന്നെ കൂടെയുണ്ട്. ഇപ്പോൾ ആട്, പശു, പന്നി എന്നിവയെ അവർ മെരുക്കി.
കാട്ടിൽ പോയി വേട്ടയാടുന്നതിന് പകരം വീടിൻ്റെ പുറകിൽ തൊഴുത്തിൽ മാംസം വളർത്താമെന്നവർ പഠിച്ചു. പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം കോഴിയും മനുഷ്യൻ്റെ കൂട്ടത്തിലേക്ക് ചേർന്നു. ഈ മൃഗങ്ങൾ മനുഷ്യന് പാല്, മാംസം, കമ്പിളി തുടങ്ങിയ വിഭവങ്ങൾ നൽകി. പക്ഷേ മൃഗങ്ങളുമായി ഇത്ര അടുത്തിടപഴകിയത് മനുഷ്യന് പുതിയൊരു വെല്ലുവിളി നൽകി: രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നുള്ള ചില രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങി. പിന്നീട് ചരിത്രത്തിൽ വസൂരി പോലുള്ള മാരക രോഗങ്ങൾ മനുഷ്യ സമൂഹങ്ങളെ തകർത്തു. തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ ഇത്തരം രോഗങ്ങൾ വേഗത്തിൽ പടർന്നു. ആയിരങ്ങൾ മരിച്ചു വീണു. എന്നിട്ടും ജനസംഖ്യ കൂടിക്കൊണ്ടേയിരുന്നു. ഗ്രാമങ്ങളുണ്ടായപ്പോൾ ഉടമസ്ഥാവകാശം എന്ന ചിന്ത വന്നു. ഇതെൻ്റെ നിലം, ഇത് നിന്റെ നിലം എന്ന വേർതിരിവുണ്ടായി. ഇത് തർക്കങ്ങൾക്ക് വഴിവെച്ചു. വേട്ടക്കാർക്കിടയിൽ എല്ലാവരും തുല്യരായിരുന്നു. ആർക്കും സമ്പത്തില്ല. എന്നാൽ കർഷകർക്കിടയിൽ കൂടുതൽ നിലമുള്ളവൻ പണക്കാരനും ഇല്ലാത്തവൻ പാവപ്പെട്ടവനുമായി. സാമൂഹിക അസമത്വം അവിടെ ജനിച്ചു. മിച്ചം വന്ന ഭക്ഷണം സൂക്ഷിക്കാൻ വലിയ കലവറകൾ വേണം. അത് സംരക്ഷിക്കാൻ ആളുകൾ വേണം. അതിന് കണക്ക് സൂക്ഷിക്കാൻ ആളുകൾ വേണം. അങ്ങനെയാണ് എഴുത്ത് എന്ന വിദ്യയുടെ ബാലപാഠങ്ങൾ തുടങ്ങുന്നത്. മെസപ്പൊട്ടേമിയയിൽ കളിമൺ പലകകളിൽ അവർ കണക്കുകൾ എഴുതിവെച്ചു. എനിക്ക് 5 ചാക്ക് ഗോതമ്പ് തരാനുണ്ട് എന്ന് രേഖപ്പെടുത്തി. ഇതായിരുന്നു ആദ്യത്തെ ലിപി. കവിതയോ കഥയോ എഴുതാനല്ല, മറിച്ച് കണക്ക് സൂക്ഷിക്കാനാണ് മനുഷ്യൻ ആദ്യം എഴുതാൻ പഠിച്ചത്. ഗ്രാമങ്ങൾ വലുതായി നഗരങ്ങളായപ്പോൾ അവിടെ ഭരിക്കാൻ ഒരാൾ വേണമെന്നായി. അങ്ങനെ ഗോത്രത്തലവന്മാർ രാജാക്കന്മാരായി മാറി. അവർ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, എനിക്ക് കപ്പം തരണം. ആളുകൾ അതനുസരിച്ചു. വലിയ മതിലുകൾ ഉയർന്നു. അതുവരെ പ്രകൃതിയിൽ നിന്ന് പേടിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ മറ്റു മനുഷ്യരെ പേടിക്കാൻ തുടങ്ങി. യുദ്ധങ്ങൾ തുടങ്ങി. ഒരു ഗ്രാമം മറ്റൊരു ഗ്രാമത്തെ ആക്രമിച്ച് അവരുടെ ഭക്ഷണം കവർന്നു. ഈ സമയത്താണ് മനുഷ്യൻ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. മൺപാത്രങ്ങളുണ്ടാക്കി അതിൽ ഭക്ഷണം പാകം ചെയ്തു. പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മെസപ്പൊട്ടേമിയയിൽ ചക്രം കണ്ടുപിടിക്കപ്പെട്ടു. അത് ഗതാഗതത്തിലും മൺപാത്ര നിർമ്മാണത്തിലും വലിയ മാറ്റം സൃഷ്ടിച്ചു. വസ്ത്രം നെയ്യാൻ പഠിച്ചു. ചെമ്പുരുക്കാൻ മനുഷ്യൻ പിന്നീട് പഠിച്ചു. അതിനുശേഷം വെങ്കലം നിർമ്മിച്ചു. ഇങ്ങനെ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ പതുക്കെ ലോഹങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടന്നു. ഇത് ഒരു ദിവസം സംഭവിച്ച മാറ്റമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു പരിണാമയാത്രയായിരുന്നു. ഇതൊരു വലിയ കെണിയായിരുന്നു എന്ന് ചിലർ പറയുന്നു. തിരിച്ചുപോകാൻ കഴിയാത്തൊരു വഴി. കൃഷി തുടങ്ങിയതോടെ ജനസംഖ്യ കൂടി. അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം വേണം. അതുകൊണ്ട് കൂടുതൽ കൃഷി ചെയ്യണം. ഈ ചക്രത്തിൽ മനുഷ്യൻ പെട്ടുപോയി. പക്ഷേ ഈ കെണിയാണ് സംസ്കാരങ്ങൾ, സിവിലൈസേഷൻസ് കെട്ടിപ്പടുക്കാൻ സഹായിച്ചത്. നൈൽ നദിയുടെ തീരത്ത് ഈജിപ്ഷ്യൻ സംസ്കാരവും, സിന്ധു നദിയുടെ തീരത്ത് ഹാരപ്പൻ സംസ്കാരവും, മഞ്ഞ നദിയുടെ തീരത്ത് ചൈനീസ് സംസ്കാരവും ഉയർന്നു വന്നത് കർഷകർ മണ്ണിൽ വിയർപ്പൊഴുക്കിയതുകൊണ്ടാണ്. അവർ നക്ഷത്രങ്ങളെ നോക്കി കലണ്ടർ ഉണ്ടാക്കി. മഴ എപ്പോൾ വരുമെന്ന് പ്രവചിച്ചു. ഗണിതശാസ്ത്രം വികസിച്ചു. പിരമിഡുകളും ക്ഷേത്രങ്ങളും ഉയർന്നു. കലയും സംഗീതവും സാഹിത്യവും വളർന്നു. മനുഷ്യൻ പ്രകൃതിയുടെ വെറുമൊരു ഭാഗം എന്ന നിലയിൽ നിന്ന് മാറി പ്രകൃതിയെ മാറ്റിമറിക്കുന്നൊരു ശക്തിയായി മാറി. ഗ്രാമങ്ങളിലെ ജീവിതം തിരക്കേറിയതായിരുന്നു. പകൽ മുഴുവൻ പണി, വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം ഇരുന്നുള്ള സംസാരം, ഉത്സവങ്ങൾ, ആചാരങ്ങൾ. മരണം എന്നത് വലിയൊരു ചടങ്ങായി മാറി. മരിച്ചവരെ വീടിൻ്റെ തറയ്ക്കടിയിൽ തന്നെ കുഴിച്ചിടുന്ന രീതി ചിലയിടത്തുണ്ടായിരുന്നു. പൂർവികർ തങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. നമ്മുടെ കഥയിലെ നായകനായ മനുഷ്യൻ ഇപ്പോൾ കാട്ടിലെ മരച്ചില്ലകളിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചിരിക്കുന്നു. അവനിപ്പോൾ ഗുഹയിലല്ല, ഇഷ്ടിക കൊണ്ട് കെട്ടിയ വീട്ടിലാണ് ഉറങ്ങുന്നത്. അവൻ്റെ തൊഴുത്തിൽ മൃഗങ്ങളുണ്ട്. അവൻ്റെ കലവറയിൽ ധാന്യങ്ങളുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സ് അതിനിയും ശാന്തമായിട്ടില്ല. അവൻ ഇനിയും എന്തൊക്കെയോ നേടാനുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നത് പഴയ നക്ഷത്രങ്ങളെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവൻ ആ നക്ഷത്രങ്ങളിൽ എത്തണമെന്നുണ്ട്. കൃഷിയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര വ്യവസായ വിപ്ലവത്തിലേക്കും അവിടെ നിന്ന് കമ്പ്യൂട്ടറുകളിലേക്കും അവസാനം ബഹിരാകാശത്തേക്കും നീളുന്ന കഥയാണ്. ഇനി ഈ നീണ്ട യാത്രയുടെ അവസാനത്തെ ഏടാണ്. ഗുഹാചിത്രങ്ങളിൽ കൈപ്പത്തി പതിപ്പിച്ച ആ മനുഷ്യനിൽ നിന്ന് ചൊവ്വയിലേക്ക് റോക്കറ്റ് അയക്കുന്ന മനുഷ്യനിലേക്കുള്ള ദൂരം. നമ്മൾ ആരാണ്? എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്?
ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നമ്മുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് നമുക്ക് കടക്കാം. കൃഷിയിടങ്ങളിൽ നിന്ന് സാമ്രാജ്യങ്ങളിലേക്ക്, അവിടെ നിന്ന് വലിയ നഗരങ്ങളിലേക്ക് മനുഷ്യന്റെ യാത്രയ്ക്കിപ്പോൾ വല്ലാത്തൊരു വേഗത കൈവന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷമെടുത്താണ് നമ്മൾ കല്ലിൽ നിന്ന് ചെമ്പിലേക്കും ഇരുമ്പിലേക്കും മാറിയതെങ്കിൽ പിന്നീടുള്ള മാറ്റങ്ങൾ കണ്ണു തുറന്നടയ്ക്കുന്ന വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന് രാജ്യങ്ങളായി, നദിക്കരകളിൽ വലിയ സംസ്കാരങ്ങൾ ഉയർന്നു. ഈജിപ്തിലെ പിരമിഡുകളും ചൈനയിലെ വൻമതിലും ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും ആകാശത്തേക്ക് തലയുയർത്തി നിന്നു. ഇതൊക്കെ വെറും കെട്ടിടങ്ങളായിരുന്നില്ല, മനുഷ്യന്റെ അഹങ്കാരത്തിൻ്റെയും കഴിവിൻ്റെയും പ്രതീകങ്ങളായിരുന്നു. നമ്മൾ എഴുതാൻ പഠിച്ചു. അറിവുകൾ തലച്ചോറിൽ നിന്ന് പുറത്തെടുത്ത് കളിമൺ ഫലകങ്ങളിലേക്കും പിന്നീട് താളിയോരകളിലേക്കും ഒടുവിൽ കടലാസിലേക്കും പകർത്തിവെച്ചു. ഇതോടെ ഒരാൾ മരിച്ചാലും അയാളുടെ അറിവ് മരിക്കുന്നില്ല എന്ന അവസ്ഥ വന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടു. പ്രിന്റിംഗ് പ്രസ് വന്നതോടെ വിജ്ഞാനമെന്നത് രാജാക്കന്മാർക്ക് മാത്രമല്ല സാധാരണക്കാരനും കിട്ടുന്ന ഒന്നായി മാറി. പിന്നീട് സംഭവിച്ചത് ശാസ്ത്രീയ വിപ്ലവമാണ്. അതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് നമ്മളാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നായിരുന്നു. എന്നാൽ ഗലീലിയോയും ന്യൂട്ടണും അത് തിരുത്തി. ഭൂമി വെറുമൊരു ചെറിയ ഗ്രഹമാണെന്നും നമ്മൾ സൂര്യന് ചുറ്റും കറങ്ങുകയാണെന്നും അവർ വിളിച്ചു പറഞ്ഞു. ഇത് മനുഷ്യന്റെ അഹങ്കാരത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു, ഒപ്പം വലിയൊരു തിരിച്ചറിവും. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത അണുക്കളെ കണ്ടു. ടെലിസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അനന്തമായ പ്രപഞ്ചത്തെ കണ്ടു. പിന്നെ വന്നത് വ്യവസായ വിപ്ലവം. കൽക്കരി ഉപയോഗിച്ച് നമ്മൾ യന്ത്രങ്ങളെ ചലിപ്പിച്ചു. 100 പേർ ചെയ്യുന്ന പണി ഒരൊറ്റ യന്ത്രം ചെയ്യാൻ തുടങ്ങി. ആവി എഞ്ചിനുകൾ ലോകത്തെ ചുരുക്കി. മാസങ്ങളെടുത്തിരുന്ന യാത്രകൾ ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ തീവണ്ടികൾക്കും കപ്പലുകൾക്കും കഴിഞ്ഞു. രാത്രിയെ പകലാക്കാൻ വൈദ്യുതി കണ്ടുപിടിച്ചു. ചിന്തിച്ചു നോക്കൂ, വെറും 200ഓളം വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ പൂർവികർ സന്ധ്യയായാൽ ഉറങ്ങാൻ പോകുമായിരുന്നു. ഇന്ന് നമ്മൾ സ്വിച്ചിട്ടാൽ പകൽ പോലെ വെളിച്ചം. ഇത് നമ്മുടെ ഉറക്കത്തെയും ജീവിത രീതിയെയും മാറ്റിമറിച്ചു. ഫാക്ടറികൾ ഉയർന്നു, നഗരങ്ങൾ തിങ്ങി നിറഞ്ഞു. കാർഷിക ഗ്രാമങ്ങളിൽ നിന്ന് ജനം നഗരങ്ങളിലേക്കൊഴുകി. പക്ഷേ ഈ വളർച്ചയ്ക്ക് വലിയൊരു വില നൽകേണ്ടി വന്നു. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തു. കാടുകൾ വെട്ടിമാറ്റി, നദികൾ മലിനമാക്കി. 2 ലോക മഹായുദ്ധങ്ങൾ നടന്നു. ശാസ്ത്രം കണ്ടുപിടിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ സ്വന്തം വർഗത്തെ തന്നെ കൊന്നൊടുക്കി. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വീണപ്പോൾ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, നമ്മൾ ദൈവങ്ങളെപ്പോലെ ശക്തരായി, പക്ഷേ പിശാചുക്കളെപ്പോലെ ക്രൂരരുമായി. എന്നിട്ടും നമ്മൾ തളർന്നില്ല. യുദ്ധത്തിൻ്റെ ചാരത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിച്ചു. ഇന്റർനെറ്റ് എന്ന മാന്ത്രിക വലയത്തിലൂടെ ലോകം മുഴുവൻ ഒരൊറ്റ ഗ്രാമമായി. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ പുരാതന അലക്സാൻഡ്രിയ ലൈബ്രറിയിലുണ്ടായിരുന്നതിനേക്കാൾ 1000 മടങ്ങ് വിവരങ്ങളുണ്ട്. ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലിരുന്ന് അമേരിക്കയിലെ ഒരാളോട് മുഖാമുഖം സംസാരിക്കാൻ നമുക്ക് കഴിയുന്നു. ഇത് നമ്മുടെ പൂർവികർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഒടുവിൽ മനുഷ്യൻ ഭൂമിയുടെ അതിരുകൾ ലംഘിച്ചു. 1969-ൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി. ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ പുൽമേടുകളിൽ ആദ്യമായി 2 കാലിൽ എഴുന്നേറ്റുനിന്ന ലൂസിയുടെ പിന്മുറക്കാർ ഇപ്പോൾ മറ്റൊരു ഗോളത്തിൽ നടക്കുന്നു. എന്തൊരത്ഭുതമാണത്! ഇന്ന് നമ്മൾ ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. സൗരയൂഥത്തിന് പുറത്തേക്ക് വോയേജർ പേടകങ്ങൾ അയക്കുന്നു. പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ എന്നന്വേഷിക്കുന്നു. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. പരിണാമം അവസാനിച്ചിട്ടില്ല. പണ്ട് പ്രകൃതിയാണ് നമ്മളെ മാറ്റിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളെ തന്നെ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. ബയോ എഞ്ചിനീയറിംഗിലൂടെയും ജനറ്റിക് എഡിറ്റിംഗിലൂടെയും നമ്മൾ രോഗങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഭാവിയിൽ ഡിസൈനർ ബേബീസ് ഉണ്ടായേക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന അവസ്ഥയിൽ നിന്ന് മാറി ഹോമോ ഡിയൂസ് അഥവാ ദൈവതുല്യരായ മനുഷ്യരായി മാറിയേക്കാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ നശിപ്പിച്ചേക്കാം. ഭാവി പ്രവചനാതീതമാണ്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ പഴയ ആ മനുഷ്യൻ തന്നെയാണ്.
പേടിയും സ്നേഹവും അസൂയയും കാരുണ്യവുമുള്ള അതേ മനുഷ്യൻ. ഗുഹയിൽ തീയിനു ചുറ്റുമിരുന്ന് കഥകൾ പറഞ്ഞ അതേ മനസ്സ് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്നതും. രൂപം മാറി, വേഷം മാറി, കളിപ്പാട്ടങ്ങൾ മാറി, പക്ഷേ കളിക്കാർ മാറിയിട്ടില്ല. നമ്മുടെ DNA-യിൽ ഇപ്പോഴും ആ പഴയ ആഫ്രിക്കൻ സവന്നയുടെ ഓർമ്മകളുണ്ട്. ഇടിമുഴക്കം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നത്, ഇരുട്ടിൽ എന്തെങ്കിലും അനങ്ങുന്നത് കാണുമ്പോൾ പേടിക്കുന്നത്, ഇതെല്ലാം ആ പഴയ വേട്ടക്കാരൻ്റെ അവശിഷ്ടങ്ങളാണ്. നമ്മൾ എത്ര പരിഷ്കാരികളായാലും പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ. നക്ഷത്രധൂളികൾ കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള അത്ഭുത ജീവികൾ. ഈ നീണ്ട യാത്രയിൽ നമ്മൾ പലതും നേടി, പലതും നഷ്ടപ്പെടുത്തി. പക്ഷെ ഒന്നുറപ്പാണ്, മനുഷ്യൻ്റെ ജിജ്ഞാസ ഒരിക്കലും അവസാനിക്കില്ല. അടുത്തതെന്ത് എന്ന ചോദ്യം നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. ഗുഹാചിത്രങ്ങളിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഭാവന ഇപ്പോൾ നക്ഷത്രങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പിന്മുറക്കാർ നമ്മളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ ആദിമ മനുഷ്യർ എന്ന് വിളിച്ചേക്കാം. അവർ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരും കരുത്തരുമായിരിക്കാം. എന്നാലും അവർ ഓർക്കും, അവരായിരുന്നു തുടക്കം. ആഫ്രിക്കയിൽ നിന്ന് നടന്നു തുടങ്ങി നക്ഷത്രങ്ങളിലേക്ക് പാലം പണിതവർ. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യനൊരിക്കലും നടന്നു തീരുന്നില്ല. ഓരോ അവസാനവും പുതിയൊരു തുടക്കം മാത്രമാണ്. ഇന്നത്തെ ഈ രാത്രി നാളത്തെ ചരിത്രത്തിൻ്റെ ആദ്യത്തെ ഏടാണ്. ഇനി നമുക്ക് ഈ യാത്രയൊന്ന് അവസാനിപ്പിക്കാം. പതുക്കെ, വളരെ പതുക്കെ. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളം ശ്രദ്ധിക്കൂ. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലയ്ക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഹൃദയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ലൂസി മുതൽ നിയാണ്ടർത്താലുകളും ഗുഹാമനുഷ്യരും കർഷകരും രാജാക്കന്മാരും വഴി കൈമാറി വന്ന ജീവന്റെ തുടിപ്പ്. ആ വലിയ ചങ്ങലയിലെ ഏറ്റവും പുതിയ കണ്ണിയാണ് നിങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് രാത്രി നിങ്ങൾ സുരക്ഷിതമായി ഈ കിടക്കയിൽ ചൂട് പറ്റിക്കിടക്കുമ്പോൾ അതിനു പിന്നിൽ എത്രയെത്ര തലമുറകളുടെ വിയർപ്പും ചോരയും കണ്ണീരുമുണ്ടെന്ന്. അവർ കൊടും തണുപ്പിലും ചൂടിലും പട്ടിണിയിലും പൊരുതി നിന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇത്രയും സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത്. വന്യമൃഗങ്ങളെ പേടിച്ച് മരക്കൊമ്പിൽ അള്ളിപ്പിടിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കട്ടിയുള്ള ഭിത്തികളും പൂട്ടിട്ട വാതിലുകളും നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ആ പഴയ ഭയങ്ങളൊന്നും ഇനി വേണ്ട. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്. പുറത്തെ ലോകത്തെ ബഹളങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ചരിത്രം പുസ്തകത്താളുകളിൽ ഉറങ്ങട്ടെ. നിങ്ങളുടെ ശരീരം ഭാരമില്ലാതെ കിടക്കയിലേക്ക് അമരുന്നത് അനുഭവിക്കുക. കാലുകൾ തളർത്തിയിടുക, കൈകൾ അയച്ചിടുക. കൺപോളകൾക്ക് വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ടോ? അത് സാരമില്ല. അത് സമാധാനത്തിൻ്റെ ഭാരമാണ്. നാളെ എന്നത് മറ്റൊരു ദിവസമാണ്, പുതിയ ചരിത്രം കുറിക്കാനുള്ള ദിവസം. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അത് വിശ്രമത്തിനുള്ളതാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട്. ആ പഴയ ഗുഹാമനുഷ്യൻ നോക്കിക്കണ്ട അതേ നക്ഷത്രങ്ങൾ. അവർ നിങ്ങൾക്ക് ശുഭരാത്രി നേരുന്നു. മനസ്സു ശാന്തമാകട്ടെ, സ്വപ്നങ്ങൾ മനോഹരമാകട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.